ഓക്കെ, താങ്ക് യു. ശരി, ഫസ്റ്റ് ഒന്ന് എൻ്റെ ഇൻട്രൊഡക്ഷൻ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും എൻ്റെ ഒരു ഒന്ന് താങ്ക്സ് പറഞ്ഞിട്ട് ഞാൻ ഷെയറിങ് തുടങ്ങുന്നു. ഫസ്റ്റ് എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. ഒരു 15 വർഷം ഞാൻ കുടിച്ചിട്ടുണ്ട്. എൻ്റെ ഡ്രിങ്കിങ് ലൈഫ് ഒരു 15 വർഷമാണ്. പിന്നെ ഇന്ന് 1 വർഷം പൂർത്തിയായ ഒരു ഫ്രണ്ടിനും എൻ്റെ വെൽക്കം വിഷസ് പറയുന്നു ഞാൻ. താങ്ക് യു ഫോർ കമ്മിങ്. താങ്ക് യു. ഓക്കെ, പിന്നെ എല്ലാവർക്കും നന്ദി. വൺസ് അഗൈൻ താങ്ക് യു. ഒരു 15 വർഷം ഞാൻ എൻ്റെ ഒരു ആൽക്കഹോളിക് ലൈഫായിരുന്നു എനിക്ക്. പക്ഷെ ഞാൻ തുടങ്ങുമ്പോൾ എനിക്കിത് അത്ര അറിയില്ല. ചെറുകാലത്ത് ഞാൻ കുടിക്കുമ്പോൾ എനിക്ക് എന്നെ മലയാളം കുറച്ച് അഡ്ജസ്റ്റ് ആക്കണമേ. വലിയ ഐഡിയ ഇല്ല എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. കാരണം എൻ്റെ അച്ഛനൊക്കെ കുടിക്കും. എനിക്ക് അതിന്റെ സ്മെൽ എനിക്ക് അത്ര ഇഷ്ടമില്ല. അതുകൊണ്ട് ചെറിയ വയസ്സിലൊന്നും എനിക്ക് ഇതിന്റെ വലിയ ഈ സിഗരറ്റ്, ബീഡി സ്മെല്ല്, ഈ കുടിക്കുന്ന സ്മെല്ല് അതൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പൊ ഞാൻ ഇവരോട് ചീത്ത പറയും, കുടിച്ചിട്ട് വീട്ടിലേക്ക് വരണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ചെറിയ വയസ്സിൽ. എന്റെ ഒപ്പം പഠിക്കുന്ന കൂട്ടുകാരൊക്കെ എന്നെ കണ്ടാൽ അവരൊക്കെ ഫോറസ്റ്റിന്റെ ഉള്ളിലൊക്കെ പോയിട്ട്, കാപ്പിത്തോട്ടത്തിന്റെ ഉള്ളിലൊക്കെ പോയിട്ടാണ് ഇവർ കുടിക്കുക, ബീഡി കുടിക്കുന്നത്, ഇതൊക്കെ ചെയ്തത്. അത്രയ്ക്ക് പേടിയായിരുന്നു എന്റെ കൂട്ടുകാരന്മാർക്ക്. അങ്ങനെയായിരുന്നു ആദ്യത്തെ കൂടി. ഞാൻ എന്റെ കൂട്ടുകാരൊക്കെ കൂട്ടി കുടിച്ചു. ഒരു സ്കൂൾ +2 കഴിഞ്ഞിട്ട് എൻ്റെ സ്വന്തക്കാരൻ റിലേറ്റീവ്സിന്റെ വീട്ടിൽ പോകുമ്പോൾ അവരൊക്കെ ഈ പുറത്ത് അങ്ങനെ ഈ കോയമ്പത്തൂർ ഇങ്ങനെ പുറത്തൊക്കെ ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു നല്ല ദിവസങ്ങളിൽ ഉത്സവ സമയത്ത് തിരിച്ചു വരുമ്പോൾ എല്ലാവരും കൂടിയിട്ട് അവരിപ്പോൾ കൂടി ചേർക്കുമ്പോൾ അവരൊക്കെ ഭയങ്കര സിവിലൈസ്ഡ്, അതായത് നല്ല ഭയങ്കര സ്റ്റൈലായിട്ടും അവർക്ക് സ്റ്റൈലൊക്കെ നോക്കുമ്പോൾ ഇപ്പോൾ പുറത്തൊക്കെ പോയിട്ട് വന്ന ആൾക്കാരാണെങ്കിൽ അവരൊക്കെ ഇപ്പോൾ കൂടുതൽ ഒരു ദിവസം പോകുമ്പോൾ ഇവരിങ്ങനെ ഒരു ഹോട്ടലിൽ കയറി കഴിച്ചു. അപ്പം എനിക്കും അവരെ ഫ്രണ്ട്ഷിപ്പ് വേണം എനിക്ക് എന്ന് അവരപ്പോൾ ചോദിച്ചിട്ട് അവരപ്പോൾ പോയി അവർ കഴിക്കുമ്പോൾ അവരപ്പോൾ ഒരു ദിവസം കഴിച്ചു. അത് ഓർമ്മയുണ്ട്, നല്ല രസമായിരുന്നു. അപ്പം അതങ്ങനെ മറന്നു അന്ന്. പിന്നെ എപ്പോഴാ കുറിച്ച് എനിക്ക് ഓർമ്മയില്ല. ചിലപ്പോൾ ഒരു 1 ഇയർ കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ഉത്സവത്തിന് കുടിച്ചിട്ടുണ്ടാവും ഞാൻ. പിന്നെ കുറച്ചു കാലം കഴിയുമ്പോൾ ഈ ഉത്സവങ്ങൾക്ക് മാത്രം ഇയർലി ഞങ്ങളെ ഗ്രാമത്തിൽ ഗൂഡല്ലൂരിൽ, അതായത് എൻ്റെ സ്വന്തം നാട് ചെന്നൈയിലാണ്. ചെന്നൈ ആസ് വെൽ ആസ് ഗൂഡല്ലൂർ സെറ്റിൽഡ് ആണ്. ഇവിടെ ബിസിനസ് അല്ലെങ്കിൽ ജോലി കാര്യങ്ങൾ ചെന്നൈ ആയതുകൊണ്ട് മാക്സിമം ഇവിടെ ഉണ്ടാവും. പക്ഷെ നാട്ടിൽ ആസ് വെൽ സെറ്റിൽഡ് ആണ്, പോയി വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ അവിടെ നിന്നാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ അവിടെ അവരിപ്പോ ഞങ്ങൾക്ക് ഒരു 6 ഞങ്ങളെ വില്ലേജസ് ഉണ്ട് ഗൂഡല്ലൂരിൽ. ഞങ്ങളെ കമ്മ്യൂണിറ്റി ബഡ്ഗാസ് എന്ന് പറയും. ഊട്ടിക്ക് മൊത്തം നീലഗിരീസ് വന്ന് ബഡ്ഗാസ് കമ്മ്യൂണിറ്റി കൂടുതലുള്ളത്. ഊട്ടി ഫുള്ളായിട്ട് ഒരുപാടുണ്ട്. പക്ഷെ ഗൂഡല്ലൂർ ഏരിയയിൽ ഒരു 6 വില്ലേജ് ഉണ്ട്. ഈ 6 വില്ലേജിലും ഉത്സവങ്ങൾ നടക്കുമ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് ആർക്കും അറിയാണ്ട് ഞങ്ങളുടെ കൂട്ടുകാരന്മാരൊക്കെ കുടിച്ചിട്ട് ഉത്സവങ്ങളിൽ നല്ല ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എല്ലാവരും വരും അമ്പലത്തിന് മുമ്പിൽ. നമ്മൾ ഈ ട്രഡീഷണൽ ഡാൻസ്, നല്ല രസമുള്ള ഡാൻസ് ആണത്. സോ അതൊക്കെ കളിക്കാൻ തുടങ്ങും. നമ്മൾ എല്ലാം റൗണ്ടായിട്ട് നിന്നിട്ട് നല്ല സ്റ്റൈലായിട്ടുണ്ടാവും. നല്ല പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് വെള്ളത്തുണി വേസ്റ്റിയെല്ലാം അടച്ച് തലയ്ക്ക് ചിലപ്പോൾ തലപ്പൊക്കെ കെട്ടൊക്കെ ഇട്ടും അല്ലെങ്കിൽ തോളിലൊക്കെ നല്ലതൊക്കെ നല്ല സ്റ്റൈലായിട്ടും. അപ്പം നമ്മളെ ഈ മുറപ്പെണ്ണുകളൊക്കെ വന്നിട്ടുണ്ടാവും, സ്വന്തക്കാരൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അവരെ മുമ്പിൽ എല്ലാവരും കാണികളായിട്ടിരിക്കുന്നുണ്ടാവും. ഒരു സ്റ്റേജ് പ്രോഗ്രാം പോലെ ആയിരിക്കും, പക്ഷെ സ്റ്റേജ് അല്ല. അതൊക്കെ ഭയങ്കര രസമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അത് പോകും, മറക്കും. പിന്നെ നെക്സ്റ്റ് ഇയർ ഇങ്ങനെയായിരുന്നു. പക്ഷെ ഒരു 5 വർഷം പോകുമ്പോൾ കുറച്ച് കൂടുതലായി. പിന്നെ കുറച്ച് റെഗുലറായിട്ട് വീക്ക്ലി ആയി. പിന്നെ കഴിച്ച് ഒരു 10 വർഷം കഴിയുമ്പോൾ റെഗുലറായി എവറിഡേ. സോ അങ്ങനെ എനിക്ക് പ്രശ്നങ്ങൾ തുടങ്ങി, ഫിനാൻഷ്യൽ പ്രശ്നം തുടങ്ങി. ജോലിക്ക് പോണ സമയത്ത് അവിടെ പൈസ മേടിക്കുക, റോൾ ചെയ്യുക. LIC ഉണ്ടായിരുന്നു, LIC ഏജന്റ് ആയിരുന്നു ഞാൻ ആ സമയത്ത്. പൈസയൊക്കെ മേടിച്ച് റോൾ ചെയ്യും. പിന്നെ അവർ ചീത്ത പറയാൻ വരുമ്പോൾ ഞാൻ തിരിച്ച് എവിടെയെങ്കിലും കടം മേടിച്ചോ വട്ടിക്ക് മേടിച്ചിട്ടോ തിരിച്ചടയ്ക്കും. ഇതൊരു ഭയങ്കര പ്രശ്നമായിരുന്നു എനിക്ക്. പിന്നെ ഇൻട്രസ്റ്റ് മേടിച്ചു, അതും പ്രശ്നമാവും. തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. കാരണം എവറിഡേ എനിക്ക് വേണം, കുടിക്കണം, പോകണം, വരണം. പക്ഷെ വീട്ടിലൊക്കെ ചീത്ത പറയും. വൈഫിന്റെ സ്വർണ്ണങ്ങളൊക്കെ എടുത്ത് പണയം വെക്കും. കുടിക്കാൻ വേണ്ടിയല്ല, എവറിത്തിങ് സാധനം മേടിക്കാനും വീട്ടിലേക്കുള്ള സാധനം മേടിക്കാനും ചെലവിനും അതിനൊക്കെ. അത് അഡീഷണൽ ഇത് വൈകുന്നേരം കുടിച്ചിട്ടുണ്ടാവും. സോ ഇങ്ങനെ ആയിരുന്നു പോയി. ലാസ്റ്റ് ഫുള്ളായിട്ട് ആയി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ എവിടെ പോയാലും പൈസയുണ്ട്, വലിയ കാര്യങ്ങളായി. ജോലി കറക്റ്റായിട്ട് പോകാൻ പറ്റില്ല. ഫിസിക്കൽ മെന്റൽ ഡാമേജ് ആയി. ലാസ്റ്റ് സമയത്തോട്
ആ, സ്ഥലം വിട്ട് ഞാൻ കൂടുതലൂർ വിട്ട് കോയമ്പത്തൂരെത്തി. കോയമ്പത്തൂരിൽ ഒരു ദിവസം ട്രങ്ക് ആൻഡ് ഡ്രൈവിൽ എന്നെ പിടിച്ച് ഒരു ദിവസം ജയിലിൽ എന്നെ അടച്ചിട്ടു, പോലീസ് സ്റ്റേഷനിൽ. അവിടുന്ന് അങ്ങനെ ചെന്നൈക്ക് വന്ന്, ചെന്നൈയിൽ വന്നിട്ട് 2 വർഷം ഉണ്ടായിരുന്നു. ഇനി തിരിച്ച് ഒന്നും ചെയ്യാൻ പറ്റാതെ തിരിച്ച് വീട്ടിലേക്ക് പോയി. അവിടെ വൈഫ് ജോലി ചെയ്യുന്ന സ്ഥലത്ത് എനിക്കൊരു ജോലി മേടിച്ചു തന്നു, ഒരു എസ്റ്റേറ്റിൽ. അവര് സ്റ്റാഫായിരുന്നു. രണ്ടുപേർക്ക് ഒരേ ക്വാർട്ടേഴ്സ്. എനിക്കൊരു ഡിവിഷൻ തന്നു. ആ ഡിവിഷനിൽ എനിക്ക് ഒരു 350 ഹെക്ടേഴ്സ് ഉള്ള ഒരു എസ്റ്റേറ്റ്. അല്ല, മൊത്തം ഒരു 4-5 ഡിവിഷൻ ഉണ്ട്. അതിൽ ഒരു ഡിവിഷൻ, ആ ഒരു ഡിവിഷനിൽ ഒരു 350 എംപ്ലോയീസ് ഉണ്ട്. 350 ഹെക്ടേഴ്സ് ഉള്ള എസ്റ്റേറ്റ് ആണ്. അതിൽ ഇൻചാർജ് ആയിരുന്നു. സോ ഇങ്ങനെയൊക്കെ മാറി അവിടെ ഒന്നിച്ച് ജോലിയായി. അങ്ങനെ കഴിഞ്ഞ് തിരിച്ചവിടെ എത്തി. അവിടെ ഉണ്ടാകുമ്പോഴാണ് ഒരു ദിവസം സാറ്റർഡേ ഈ വീക്ക്ലി ക്ലബിലേക്ക്, ഈ ഫാമിലി ക്ലബ്ബ് ഉണ്ടാവും ഈ എസ്റ്റേറ്റിൽ. അവിടുത്തെ മാനേജേഴ്സ്, സ്റ്റാഫ്സ് എല്ലാവരും പോയിട്ട് വീക്ക്ലി മീൻസ് മാസത്തിൽ ഒരു ദിവസം 2 ദിവസം ചില ദിവസം ഉണ്ടാവും. അവിടെ പോയിട്ട് സാറ്റർഡേസ് പോയിട്ട് അവിടെ എല്ലാവരും ഗെറ്റ് ടുഗദർ ഉണ്ടാവും. നല്ല ഭക്ഷണമൊക്കെ മേടിച്ച് കുറച്ച് എല്ലാവരും കണ്ട് ഒരു 2-3 hours അവിടെ ഒരു നല്ലൊരു എല്ലാവരും മീറ്റ് ചെയ്തിട്ട് അത് വരും. പക്ഷെ അവിടെ പോകുമ്പോൾ ചില ആൾക്കാർ കുടിക്കും, ചില ആൾ കുടിക്കില്ല. അപ്പൊ ഞാൻ കുടിക്കുന്ന ആളായതുകൊണ്ട് ഞാൻ അവിടെ കുടിക്കുന്ന ആൾക്കാരെല്ലാം ഗ്യാദർ ചെയ്തിട്ട് അവിടെ അന്ന് ഒരു ദിവസം, ഇത് എപ്പോഴും ഉള്ളതാണ്, പക്ഷെ പർട്ടിക്കുലർ ദാറ്റ് വൺ ഡേ ഒരു ഭയങ്കര കുടിയായിരുന്നു അന്ന് രാത്രി ഫുള്ളായിട്ട് കുടിച്ചു. പിറ്റേ ദിവസം അവിടെ ഒരു ഉത്സവമായിരുന്നു എസ്റ്റേറ്റിൽ. അപ്പോൾ അവിടെ MD എല്ലാവരും ചെയർമാൻസ് എല്ലാം വരുന്ന ദിവസമായിരുന്നു. ഞാൻ പോകണം, പർട്ടിക്കുലർ എൻ്റെ ഡിവിഷനിലായിരുന്നു. അവിടെ എത്തുമ്പോഴേക്കും അവിടെ രാവിലെ ഈ പൂജ ഹോമമൊക്കെ ചെയ്യാൻ അവർ വരും, അന്നദാനമൊക്കെ ഉണ്ട്. അപ്പോൾ ഫുൾ നൈറ്റ് കുടിച്ചിട്ട് രാവിലെ വരുമ്പോൾ വീട്ടിൽ എൻ്റെ മദർ ഇല്ല, ഫാദർ ഇല്ല ഉണ്ടായിരുന്നു, അച്ഛനമ്മ ഉണ്ടായിരുന്നു. അന്ന് ഈ ഉത്സവത്തിന് വേണ്ടി വന്നതാണ്. രാത്രി ഫുള്ളായിട്ട് കുടിച്ച് രാവിലെ 5 മണിക്ക് വീട്ടിൽ വരും. 4:30 മണിക്ക് വീട്ടിൽ വരുമ്പോൾ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. രാത്രി ഫുള്ളായിട്ട് അത് നനഞ്ഞിട്ടുണ്ട്. ഞാനും അളിയനുണ്ടായിരുന്നു. വീട്ടിലെത്തുമ്പോൾ ഭയങ്കര പ്രശ്നം. ആ പ്രശ്നമായിരുന്നു അല്ലെ അമ്മ, അതായത് ഇതുവരെ നടന്ന ലൈഫിൽ ഞാൻ ഉണ്ടാക്കി വെച്ചതെല്ലാം പറഞ്ഞിട്ട് എൻ്റെ അമ്മായിയമ്മ എൻ്റെ അച്ഛനോടും അമ്മയോടും ഭയങ്കര ബഹളം വെച്ചു. അത് നിർത്താൻ വേണ്ടി ഞാൻ നേരെ കിച്ചണിൽ പോയിട്ട് കെറോസിൻ സ്റ്റൗ എടുത്ത് തലയിൽ വെച്ച് കത്തിക്കാൻ പേടിപ്പിച്ചു. ചാകാനല്ല, എനിക്ക് ചാകാൻ തീരെ ഇഷ്ടമല്ല, അതിന് ഇഷ്ടമില്ല, പക്ഷെ ഒരു പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. മണ്ണെണ്ണ എടുത്ത് തലയിൽ കൂടെ വെച്ചിട്ട് കത്തിക്കൊന്ന് പേടിപ്പിച്ച് വന്ന് ഇവരെല്ലാം പിടിച്ചു. ആ സമയത്ത് എനിക്കൊരു പേടി ഉണ്ടായി, ഇതുപോലെ ഞാൻ ചെയ്താൽ ചിലപ്പോൾ ചത്തുപോകും എന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു. കാരണം അന്ന് മാത്രമേ പേടി വന്നതല്ല, അത് കുറച്ച് കാലങ്ങളായിട്ട് എനിക്ക് ഈ ഒരു പേടി തുടങ്ങിയിട്ട്. എന്ത് പേടി പറഞ്ഞാൽ, ഈ എപ്പോഴും എനിക്ക് വൈഫിന് പ്രശ്നം ഉണ്ടാവും, വീട്ടിൽ എപ്പോഴും പ്രശ്നം ഉണ്ടാവും. രാത്രി കുടിച്ചിട്ട് പോകുമ്പോൾ വീട്ടിലേക്ക് പോകാൻ എനിക്ക് ഇഷ്ടമല്ല. രാത്രി പോയാൽ തന്നെ പ്രശ്നമാണ്, ഭയങ്കര ബഹളം വെക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ വീട്ടിൽ പോകാണ്ട് ചിലപ്പോൾ ബൈക്ക് എടുത്തിട്ട് വേറെ എവിടെയെങ്കിലും കറങ്ങാൻ പോകും. രാത്രി ഫുള്ളായിട്ട് രാവിലെ 5 മണിക്ക് വരും, അന്ന് ഉറങ്ങും, 12 മണിക്ക് എണീക്കും. രാത്രി ആദ്യത്തെ ദിവസം ഒന്നും നടക്കാത്ത പോലെ ഫ്രഷായി എണീച്ചിട്ട് അത് അങ്ങനെ ആയിരുന്നു പോക്ക്. പക്ഷെ ഫാമിലി ഫിനാൻഷ്യലി പുറത്ത് പ്രശ്നം, പൈസയുടെ പ്രശ്നമുണ്ട്, ഞാൻ ജോലി LIC ഓഫീസിൽ പ്രശ്നമുണ്ട്, എല്ലാ സ്ഥലത്തും പൈസയുടെ പ്രശ്നമുണ്ട്. സ്വർണ്ണങ്ങൾ വെച്ച് തിരിച്ചെടുത്തിട്ടില്ല, ബൈക്ക് ശരിക്കും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല, ഒരു നല്ല വിഷയത്തിനോ ഒരു കല്യാണത്തിനോ ഒന്നിനും പറ്റാത്ത ഒരു കണ്ടീഷൻ ആയിപ്പോയി ആ സമയത്ത്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ജോലിക്കൊക്കെ കയറിയത്. സോ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈ 15 വർഷത്തിൽ എൻ്റെ മകളുടെ ജീവിതം പറ്റ ഒരു നരകം ആക്കി കളഞ്ഞു. നിങ്ങളെ ഫാമിലിക്ക് എൻ്റെ കുട്ടീനെ കൊടുത്തിട്ട് എൻ്റെ കുട്ടീനെ കണ്ടോ എങ്ങനെയുണ്ട്, എൻ്റെ നാട്ടിൽ എൻ്റെ സ്വന്തക്കാരൊക്കെ എന്ത് ചീത്തയാണ് പറയുന്നത്, എന്തിനാണ് ഈ ഫാമിലി കൊണ്ട് പെണ്ണിനെ കൊടുത്തത്, എന്നിട്ട് ഭയങ്കര ചീത്തയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ലോസ് ചെയ്ത ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു. രാവിലെ 5 മണിക്ക് ആ സമയത്താണ് ഞാൻ ചെയ്ത് നിർത്താൻ വേണ്ടി. പ്ലസ് അതിന്റെ മുമ്പ് വൈഫിനോട് പ്രശ്നം ഉണ്ടാകുമ്പോൾ വൈഫ് ചിലപ്പോൾ 1-2-3 ദിവസം സംസാരിക്കൂല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ചിലപ്പം എനിക്ക് ഭയങ്കര വെറുപ്പായിട്ട് ചില ബിൽഡിങ്ങിന്റെ മുകളിലൊക്കെ കയറിയിട്ട് താഴെ ചാടാനൊക്കെ തോന്നും. പക്ഷെ ചാടാൻ ഇഷ്ടമല്ല, എനിക്ക് ചാടിയിട്ടില്ല. എനിക്ക് ആ പേടി, ചിലപ്പോൾ ചാടി പോകുമോ എന്നുള്ളൊരു പേടി വരും. ചിലപ്പോൾ ട്രെയിനിൽ പോകുമ്പോൾ ഈ സൈഡിൽ വലിയ ഒരു കമ്പി ഉണ്ടാവുമല്ലോ, ട്രെയിനിന്റെ സൈഡിൽ പോസ്റ്റ്, അങ്ങനെ ആ ഡോറിൽ നിന്ന് ഇങ്ങനെ പുറത്ത് തലയിട്ടുമ്പോൾ അത് കാണും.
ചിലപ്പോ അതൊക്കെ തല കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ തോന്നുന്നു എനിക്ക്. അതെനിക്കൊരു പേടിയായി മാറും. പക്ഷെ എനിക്കത് കൊടുക്കാൻ തോന്നൂല. അത് അങ്ങനെയൊക്കെ എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഒരു പേടി, ഒരു ജെർക്കിംഗ് ഒക്കെ ഉണ്ടാവും. പിന്നെ ഞാൻ വീട്ടിലേക്ക് പോകുമ്പോ ചിലപ്പോൾ ഞങ്ങൾ ഒരു എസ്റ്റേറ്റിന്റെ ഉള്ളതായതുകൊണ്ട് പുറത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ കരടിയൊക്കെ ഉണ്ടാവും, പുലി അതൊക്കെ ഉണ്ടാവും. അതൊന്നും കണ്ടിട്ടില്ല ഞാൻ. ബൈക്കിൽ വരുമ്പോൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ബൈക്ക് വീട്ടിലേക്ക് എടുത്തു പോകാൻ പറ്റില്ല, കുറച്ച് ദൂരം നിർത്തണം. ഒരു 200 മീറ്ററിന്റെ അപ്പുറത്ത് നിർത്തിയിട്ട് വേണം സ്റ്റെപ്പ് കയറി പോകാൻ. അപ്പൊ അത് കയറി പോകുന്ന സമയത്ത് പുലി എന്തെങ്കിലും വന്നാൽ എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു ചെറിയൊരു കത്തി കയ്യിൽ ഞാൻ വെച്ചിട്ടുണ്ടാവും. അത് ആദ്യമൊക്കെയില്ല, ലാസ്റ്റാണ് വെച്ചിരുന്നത്. ചിലപ്പോൾ ഈ കത്തി എടുത്ത് കുത്തി ഞാൻ ചത്താലോ, ഞാൻ തന്നെ കുത്തി എന്നെ കൊന്നാലോ എന്നൊക്കെ തോന്നും. പക്ഷെ എനിക്ക് ചാകാൻ ഇഷ്ടമില്ല. പക്ഷെ ഇങ്ങനെ തോന്നും എനിക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ. അപ്പോൾ ഞാൻ കുത്തി കഴിഞ്ഞാൽ എനിക്ക് വേദന ഉണ്ടാകുമല്ലോ എന്നുള്ള തോന്നലൊക്കെ എനിക്കുണ്ടാവും. അതുകൊണ്ട് ഞാനത് കുത്തില്ല. പക്ഷെ കുത്താൻ ഇഷ്ടമല്ല, ജീവിക്കണം. എനിക്ക് ജീവിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് എന്റെ ജീവിതം പറ്റേ നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു ഫീലിങ്സ് ഇടയ്ക്ക് വരും. മക്കൾ 2 പെൺകുട്ടികളാണ്, അത് വൈഫ് നോക്കിക്കോളും, ജോലിയുണ്ട്. എന്നെ കൊണ്ട് വയ്യ, എന്റെ കഥ കഴിഞ്ഞു എന്നുള്ള ഒരു ചിന്ത എനിക്ക് ഉണ്ട്. പക്ഷെ എനിക്ക് ജീവിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ കംപ്ലീറ്റ് എനിക്ക് പറ്റൂല എന്നുള്ള ഒരു സിറ്റുവേഷനും ആയിപ്പോയി. ജീവിക്കാനുള്ള ആഗ്രഹമുണ്ട്. സോ ഇതുപോലെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു എന്റെ ലാസ്റ്റില്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ സമയത്ത് മണ്ണെണ്ണ ഒഴിച്ച് ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നീ ചിലപ്പോൾ ചത്തുപോകും എന്നുള്ള ഒരു തോന്നൽ എനിക്ക് തോന്നി. എങ്ങനെ തോന്നി എന്ന് എനിക്കറിയില്ല. അപ്പോഴാണ് ഞാനൊരു മെമ്പറിനെ വിളിക്കുന്നത്, മീനാക്ഷി സുന്ദർ എന്നുള്ള ഒരാളെ. അയാളുടെ പേരൊന്നും എനിക്ക് അപ്പാവും. മീനാക്ഷി സുന്ദർ എന്നറിയാം, അറിയില്ല, ഒന്നും അറിയില്ല, എന്നെ കുറിച്ചുള്ള ഒന്നും അറിയില്ല. അപ്പൊ ഞാൻ വിളിക്കുമ്പോ മൂപ്പരടുത്ത് അവര് ഒരു 4 ആൾക്കാർ എന്നെ കാണാൻ വന്നു. രാവിലെ അവരെന്നെ വിളിച്ചുകൊണ്ടുപോയി മീറ്റിംഗിലേക്ക് ഇരുത്തി. രാവിലെ ഞാനന്ന് എന്റെ എസ്റ്റേറ്റിലെ ഡിവിഷനിലുള്ള ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. അതിൽ വന്ന സംസു എന്നൊരാള് എൻ്റെ അടുത്ത്, എന്റെ സ്പോൺസർ, എന്റെ ടോൾ സ്റ്റെപ്പ് ചെയ്യാൻ വന്ന മൂപ്പര് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇന്ന് ഫംഗ്ഷൻ ഉണ്ട്, എനിക്ക് വരാൻ പറ്റില്ല, അന്നദാനമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പരോട് ചോദിച്ചു, രവിചന്ദ്രൻ ഇന്ന് വന്നിട്ടില്ലെങ്കിൽ, ഇന്ന് ഇവിടെ ഇല്ലാന്ന് വെച്ചാൽ, എസ്റ്റേറ്റിൽ ഇന്ന് ഇല്ലാന്ന് വെച്ചാൽ അവിടെയുള്ള എല്ലാ ആ സാപ്പാട് അന്നദാനങ്ങളൊക്കെ ആരും കഴിക്കാണ്ട് എടുത്ത് തമിഴിൽ പറയുന്ന കൊട്ടി, അതായത് കളയോ, ചോറൊക്കെ കളഞ്ഞിട്ട് പോകുമോ എന്ന് ചോദിച്ചു എന്നോട്. ആ ചോദ്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പൊ ഞാനില്ലെങ്കിലും അവർ കഴിച്ചിട്ട് പോകും. ഞാൻ ഇല്ലെങ്കിലും അവർ കഴിക്കും. ഞാൻ ഇല്ലാത്തതുകൊണ്ട് അത് ചോറൊന്നും കളഞ്ഞിട്ട് പോവില്ല, അന്നദാനം കളഞ്ഞിട്ട് ആരും പോവില്ല. അപ്പോ നീ പോരെ, ഞങ്ങളപ്പോ വാ എന്ന് പറഞ്ഞു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു 12 വർഷത്തിന് മുമ്പ് സംസാരിച്ച വാർത്ത. ഞാൻ ശരി ഓക്കെ ഞാൻ വരാന്നിട്ട് ഒപ്പം വന്നു. ഭയങ്കര ടയർഡായിരുന്നു എനിക്ക്. ഇവരെ ഈ എന്നെ ട്രീറ്റ് ചെയ്ത ആ വിധം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്തോ ഒരു നല്ലത് നടക്കാൻ പോകുന്നുണ്ട്, ഇവർ വിട്ടു പോകണ്ട. കാരണം 4:30 മണിക്കാണ് മീറ്റിംഗ്. ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനാണ് എന്നെ വിളിച്ചിട്ട് പോയിട്ടുള്ളത്. പക്ഷെ രാവിലെ 9 മണിക്ക് 10 മണിക്കൊക്കെ എന്നെ ഗൂഡല്ലൂർ ടൗണിലേക്ക് എത്തിച്ചു. ഞാൻ എസ്റ്റേറ്റിൽ 25 കിലോമീറ്റർ ഉണ്ട്. എന്നെ വിളിച്ചിട്ട് പോയി. എന്റെ ബൈക്ക് ഞാൻ തന്നെ വിളിച്ചിട്ട് പോയി. എനിക്ക് ആ സിറ്റുവേഷൻ ആയത് മെന്റലി കംപ്ലീറ്റ് ഞാൻ ഒരു മെന്റലായിരുന്നു. പക്ഷെ ആ സിറ്റുവേഷനിലേക്ക് പോകാനും വരാനൊക്കെ ഉള്ള ഫിസിക്കൽ ഇതുണ്ടായിരുന്നു. പക്ഷെ അവിടെ എത്തിയിട്ട് വൈകുന്നേരം ആകുന്നവരെ ഭയങ്കര ടയർഡായിരുന്നു. എന്റെ സ്വന്തക്കാരന്റെ വീട് അവിടെ ടൗണിലുണ്ട്. അപ്പോൾ വൈകുന്നേരം വരെ അവിടെ പോയി ഉറങ്ങിയിട്ട് വന്നാലോ തോന്നി. ഭയങ്കര ടയർഡായിരുന്നു, നിൽക്കാനേ വയ്യ. എന്നാലും ഒരു മനസ്സ് പറഞ്ഞു വേണ്ട, പോകണ്ട, ചിലപ്പോൾ നീ ഉറങ്ങിപ്പോകും. അപ്പൊ ഇവിടെ അറ്റൻഡ് ചെയ്യാൻ പറ്റാതായി പോകും. ഇവിടെ എന്തോ ഒരു സംതിങ് ഉണ്ട്, പോകണ്ടെന്ന് ഇനിയൊരു മനസ്സും പറഞ്ഞു. ഇത് എവിടെ നിന്ന് വന്നെന്ന് എനിക്കറിയില്ല. അതുപോലെ അന്ന് അറ്റൻഡ് ചെയ്തു. താങ്ക് യു, ഗോഡ്സ് ഗ്രേസ്. അതാണ് ഫസ്റ്റ് ഡേ. എൻ്റെ പോക്കറ്റിൽ 2000 റുപ്യ പൈസ ഉണ്ട്. മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഒരു ബുക്ക് തന്നു. ഒറ്റയ്ക്കാണ് വന്നത്. അതിനുശേഷം ഞാൻ കുടിച്ചിട്ടില്ല. എങ്ങനെ പോയി എന്നുള്ളത് പക്ഷേ ഞാൻ പറയാൻ, അതൊരു അത്ഭുതമായിരുന്നു ഇതുവരെ. അന്ന് ഞാൻ ഒറ്റയ്ക്ക് തിരിച്ചു വന്നു, പോക്കറ്റിൽ പൈസ ഉണ്ട്. പിന്നെ അത്ഭുതം എന്ന് പറയാൻ കാരണം, ഈ എന്നോട് ചീത്ത പറയുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്തറിയോ, ഞാൻ ജൂനിയർ ചാമ്പർ ലയൺസ് ക്ലബിലൊക്കെ മെമ്പർ ആയിരുന്നു. ലയൺസ് ക്ലബ്ബ് ഫ്രണ്ട്സ്, അതിന് മെമ്പർ അല്ല, ജൂനിയർ JCs എന്നുള്ള ഇന്റർനാഷണൽ ക്ലബ്ബ് ഒന്നുണ്ട് കൂടുതലും. അതിൽ ഞാനൊരു മെമ്പറായിരുന്നു. അവിടെയുള്ള മാക്സിമം അവിടെയുള്ള ലോക്കലുള്ള ഒരുപാട്
യങ്സ്റ്റേഴ്സ് ബിലോ 40 ഏജിലുള്ള എല്ലാവരും നല്ലൊരു ജൂനിയർ ചാമ്പർ ഞങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. സ്കൂളിലൊക്കെ ഈ ചെസ് പ്രോഗ്രാം നടത്തുക, ഈ ഇൻഡിവിജ്വൽ ഐഡന്റിഫിക്കേഷൻ, ഇങ്ങനെ ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ഇങ്ങനെയൊക്കെ ഞങ്ങൾ നടത്തും. സ്കൂളിലൊക്കെ നല്ല രസമായിരുന്നു. എനിക്ക് നല്ല പേരുമായിരുന്നു. ലോക്കലിലൊക്കെ ഞങ്ങളൊക്കെ പോയി നടത്തുന്ന ആൾക്കാരായിരുന്നു. അപ്പൊ ആ മെമ്പർഷിപ്പ് ഉണ്ട്, അതിലൊക്കെ പോയി ഇടും. അപ്പൊ അവിടെ ഞങ്ങൾ കൂടുമ്പോൾ ചില പകുതി ആൾക്കാർ കുടിക്കും. അതിൽ ഞാൻ ഒരാള്. ഞങ്ങളുടെ നാട്ടിൽ കല്യാണത്തിന് പോകുമ്പോൾ രാത്രി എല്ലാവരും ഒരു പാർട്ടി ഉണ്ട്, അതിന് കുടിക്കും. പിന്നെ ഗവൺമെന്റ് വിൽക്കുന്നുണ്ട്, ബാറുണ്ട്, നല്ല ഭയങ്കര കളർഫുൾ ആയിട്ട് ബാറൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ലയൺസ് ക്ലബിലും കുടിക്കും. ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ കല്യാണത്തിന്റെ അന്നൊക്കെ കുടിക്കും. ഇപ്പൊ ലോകം മുഴുവൻ ഫുള്ളായിട്ട് കുടിക്കുന്നതാണ് നടന്നുകൊണ്ടിരിക്കേണ്ടത്. അപ്പൊ എന്നെ മാത്രം കുടിക്കണ്ട എന്ന് പറയുമ്പോൾ ഈ ലീഗലായിട്ടുള്ള വിഷയം, ഈ പ്രോസ്റ്റിറ്റ്യൂഷനൊക്കെ ഇല്ലീഗലാണ്. അതുകൊണ്ടാണ് ആരും അതിന് പെർമിഷൻ കൊടുക്കാത്തത്. അപ്പൊ ഈ കുടിക്കുന്നത് ലീഗലാണല്ലോ, അതുകൊണ്ടല്ലേ ഗവൺമെന്റ് നടത്തുന്നത്. ലൈസൻസ് ക്ലബ്ബ് ബാറൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇത് എന്നെ മാത്രം കുടിക്കണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ കുടി നിർത്തി കഴിഞ്ഞാൽ ഞാൻ കല്യാണത്തിന് പോകുമ്പോൾ കുടിക്കണ്ടേ? ഞാൻ ഈ ക്ലബ്ബിൽ മീറ്റിങ്ങിന് പോകുമ്പോൾ കുടിക്കണ്ടേ? ഞാൻ ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഞാൻ കുടിക്കണമല്ലോ. നിർത്തി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ കുടിക്കാതിരിക്കും? ഇവരൊക്കെ കുടിക്കും, ഞാൻ മാത്രം കുടിക്കണോ? കുടിക്കാതിരിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ഹോണസ്റ്റ് ഇതായിരുന്നു. അതുകൊണ്ട് എനിക്ക് കുടി നിർത്തണം എന്നുള്ള ചിന്ത 1% പോയിന്റ് കൂടെ എനിക്കില്ല. കാരണം ദിസ് ഇസ് പ്യൂർലി ഇതാണ്. പിന്നെ കുടിച്ചാൽ ഞാൻ ഏത് കലക്ടറും ഞാൻ ഫ്രണ്ട് ആക്കും. അപ്പൊ ഞാൻ വലിയ ബിസിനസ്മാൻ ആകും. കുടിച്ചാൽ ഞാൻ ആരെങ്കിലും ഒരാളെ പരിചയപ്പെട്ടാൽ ആദ്യം ചോദിക്കുന്നത് എന്റെ ഫ്രണ്ടിനോട്, എനിക്ക് ആര് ഇൻട്രൊഡ്യൂസ് ചെയ്തോ അവരോട് ചോദിക്കുന്നത് മൂപ്പര് കുടിക്കുമോ എന്ന് ചോദിക്കും ഞാൻ. കാരണം കുടിച്ചാൽ ഞാൻ അയാളെ ഫ്രണ്ടാക്കും. എനിക്ക് ഫ്രണ്ടായി കഴിഞ്ഞാൽ ഞാൻ മൂപ്പരൊപ്പം ബിസിനസ് ചെയ്യും, പിന്നെ ഞാൻ വലിയ ആളാവും. ഇതാണ് എന്റെ ചിന്ത. സോ കുടി നിർത്തണം എന്നുള്ള യാതൊരു ഐഡിയ എനിക്കില്ല. അങ്ങനെയത്തെ ഒരു ഇതായിരുന്നു. പക്ഷെ ലാസ്റ്റില് എന്റെ കുടിയാണ് ഈ പ്രശ്നം. ഇപ്പൊ അവിടെ മീറ്റിംഗിൽ എത്തുമ്പോഴാണ് കുടി പ്രശ്നമാണെന്ന് എനിക്ക് അറിഞ്ഞത്. അതുവരെ ഞാൻ ഈ കുടിനെ പറ്റിയുള്ള ചിന്ത, നിർത്തണം എന്നുള്ള ചിന്ത കുറച്ചും കൂടെ എനിക്കില്ല. കാരണം കുടിച്ചാൽ ഞാൻ വലിയ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകും. കലക്ടർ വരെ എനിക്ക് ഫ്രണ്ടാകും. അവരെപ്പോൾ ഞാൻ കമ്പനി കൂടും, ഞാൻ വലിയ ബിസിനസ് ഒക്കെ നടത്തും, വലിയ ഹോട്ടലിലൊക്കെ പോയിട്ട് മീറ്റിംഗ് ഇടും. ഇതിങ്ങനെയാണ് എൻ്റെ ചിന്ത. സോ അതുകൊണ്ട് എനിക്ക് കുടിനോടുള്ള താല്പര്യം കുറച്ചും കൂടെ നിർത്തണം എന്നുള്ള ആഗ്രഹം ഇല്ലായിരുന്നു. പക്ഷെ കുടിയാണ് പ്രശ്നമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. AA മീറ്റിംഗ് വന്നതിന് ശേഷമാണ് എനിക്ക് അറിഞ്ഞത്. ഓക്കെ, ഇത് എന്റെ സ്റ്റോറി. താങ്ക് യു. എന്റെ സ്റ്റോറി കഴിഞ്ഞു. ഒരുപാടുണ്ട്, പക്ഷെ സമയം പോരാ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത മെസ്സേജിലേക്ക് ഞാൻ കടക്കുന്നു. ഓക്കെ, ഈ 12 വർഷത്തിന് ശേഷം വരുമ്പോ എനിക്കൊന്ന് മനസ്സിലായത്, ആദ്യം വന്ന ശേഷം പറഞ്ഞത് എന്താ പറഞ്ഞാല് ഇത് ഒരു ഡിസീസ് ആണ് പറഞ്ഞത്. ഇപ്പൊ ഡിസീസ് ആണ് പറയുമ്പോ എനിക്ക് ആദ്യത്തെ ചിന്ത പോയത്, ഡിസീസ് ആണെങ്കിൽ കുടിക്കുന്നത് എല്ലാവർക്കും ഡിസീസ് അല്ലേ എന്നുള്ളത്. ഇപ്പൊ ഡിസീസ് വന്ന് ശരിക്കും പറഞ്ഞാണെങ്കിൽ ആ 20 ക്വസ്റ്റ്യൻസിൽ ആദ്യം 20 ക്വസ്റ്റ്യൻസിൽ എനിക്ക് ഐഡന്റിഫിക്കേഷൻ ആയി. എനിക്ക് പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി, പക്ഷെ എന്താ പ്രശ്നം എന്ന് അറിയില്ല. അങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴാണ് എയിൽ ഒരുപാട് ഷെയറിങ് കേൾക്കുമ്പോൾ ആണ് മനസ്സിലായത് ഈ 100 ഇപ്പോഴാണ് ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കൺഫേം നന്നായിട്ടുള്ള ഒരു ശരിക്കുള്ള മെസ്സേജ് പറയുകയാണെങ്കിൽ, ഇപ്പൊ വന്നിട്ടുള്ള ന്യൂ കോമേഴ്സ് ഇത് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇത് വന്ന് ഭയങ്കര പർട്ടിക്കുലർ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഡേഞ്ചറാണ്. അതായത് 100 ആൾക്കാർ കുടിക്കുകയാണെങ്കിൽ ഈ 100 ആൾക്കാരിൽ 3% ശരിക്കുള്ള WHO ഇത് കണക്ക്, അതായത് അവരുടെ മെസ്സേജ് പടി 100 ആള് കുടിക്കുകയാണെങ്കിൽ, 100 ആളല്ല, ഈ ലോകത്തില് 750 crores പോപ്പുലേഷൻ ഉണ്ട്. 60 or 50 or സംതിങ്. ഈ 750 കോടി ജനങ്ങളുടെ 3% ആൾക്കാർ പീപ്പിൾ വന്നിട്ട് ആൽക്കഹോളിക്കിന്റെ അലർജി ആൾക്കാരാണ്. അവര് ചിലപ്പം കുടിക്കാതിരിക്കാം. ജനിക്കുമ്പോഴേ അലർജി ആയിട്ട് അലർജി എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ, ഈ 3% ആൾക്കാർക്ക് ആൽക്കഹോളിക്കിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള കഴിവില്ല. ആ സെക്രിയേഷൻ, അതായത് ആൽക്കഹോളിക്കിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള ബോഡിയിൽ ഇല്ല. ബാക്കിയുള്ള ഈ 3%, ഒന്നും അവരിപ്പോ എക്സാക്ട് കണക്കാണെന്ന് അറിയില്ല, ചിലപ്പോൾ
എക്സാക്ട് ആയിട്ട് അറിയില്ല, പക്ഷെ ഉണ്ടാവും, ഒരു ആവറേജ് ആണ് പറയുന്നത്, 3% പറയുന്നത്. മേ ബി 4-5 ഇരിക്കാം, അതിന് കുറച്ചും കൂടി ഇരിക്കാം. ബാക്കി 97% ഉള്ള ആൾക്കാർക്ക് ആൽക്കഹോൾ ഡൈജസ്റ്റ് ചെയ്യാനുള്ള ബോഡിയിൽ ജനിക്കുമ്പോഴേ അത് വേണം. ആക്ച്വലി നമ്മുടെ ബോഡിയിൽ ഡൈജസ്റ്റ് ചെയ്യുന്ന ഇത് വേണം. ഈ 3% ജനിക്കുമ്പോഴേ ഇല്ല. ഇതാണ് ശരിക്കുള്ള സത്യം. ഇപ്പോ ഈ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഈ ഡോക്ടറെ പോലെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് ഈ സയൻസിന്റെ ഇതൊന്നും അറിയില്ല. ഈ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഈ ആൽക്കഹോളിക് ബോഡിന്റെ ഉള്ളിൽ നമ്മൾ ഇല്ലാത്ത ഈ പവർ ഇല്ലാത്ത ഈ ഡൈജസ്റ്റ് ചെയ്യാനുള്ള സെക്രിയേഷൻ, അതായത് അത് മനസ്സിലാകുന്നത് എങ്ങനെ പറയണമെന്ന് പറഞ്ഞാൽ, ഈ ഷുഗർ വന്നു എന്ന് പറയില്ലേ, ഇപ്പൊ ഷുഗർ ഉള്ള ആൾക്കാർക്ക് ആദ്യം ഈ ഷുഗർ ഡൈജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇൻസുലിൻ ഒരു സെക്രേഷൻ അവരുടെ ബോഡിയിൽ ഉണ്ടായിരുന്നു, അത് നിന്നുപോയി. അത് ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മാനുവലായിട്ട് അവർ ഇഞ്ചെക്ട് ചെയ്തിട്ട് ആ ഷുഗറിനെ അവർ കൺട്രോൾ ആക്കുന്നു. കൺട്രോൾ മീൻസ് ഡൈജസ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് അവർക്ക് ഷുഗർ പ്രശ്നം നോർമലായിട്ട് അവരെ കൊണ്ട് ജീവിക്കാൻ പറ്റും. അപ്പൊ ആ ഇൻസുലിൻ ഇഞ്ചക്ഷൻ പോലും കേട്ടുന്ന ആ സെക്രേഷൻ ഓട്ടോമാറ്റിക് അവരുടെ ബോഡിയിൽ ഡീഫോൾട്ട് ആയിട്ട് ഉണ്ടായിരുന്നു. അത് സ്റ്റോപ്പായി പോയി. അവരെ ഫിസിക്കൽ കണ്ടീഷനോ മേ ബി ഫുഡ് കണ്ടീഷനോ അറിയില്ല. അതേപോലെ ഈ ആൽക്കഹോളിക്കിന് ഈ 3% ആൾക്കാർക്ക് ജനിക്കുമ്പോഴേ ഈ ആൽക്കഹോളിക്കിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള ആ ഇതില്ല ബോഡിയിൽ, ഫിസിക്കലി അവരെ അതില്ല, എനിക്കില്ല. സോ ഇവരാണ് ഈ ആൽക്കഹോളിക്കായി മാറുന്ന ആൾക്കാർ. ബാക്കിയുള്ള ആൾക്കാർ കഴിക്കുമ്പോഴേക്കും അത് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെ പറഞ്ഞാൽ, നമ്മൾ ഭക്ഷണം കഴിക്കും, 3 ദിവസം ഭക്ഷണം കഴിക്കുമ്പോൾ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴോ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുമ്പോഴോ ഡിന്നർ കഴിക്കുമ്പോഴോ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ വയറ് നിറഞ്ഞു, ഇതിന് മേലെ കഴിക്കണ്ട എന്ന് പറയും ബോഡി പറയുമ്പോൾ, മൈൻഡ് പറയുമ്പോൾ അതിന് അറിയില്ല, പക്ഷെ പറയും മതി എന്നുള്ള ഒരു ചിന്ത വരും. അതിനുശേഷം നമ്മൾ കഴിക്കില്ല. ഈ ഡൈജസ്റ്റ് ആകുന്ന പവർ ആ സെക്രേഷനുള്ള ആൾക്കാർക്ക് ആൽക്കഹോളിക് കൺസ്യൂം ചെയ്യുമ്പോൾ അവർക്ക് ഇത് പറയും, ഇത് മതി, ഇതിന് മേലെ കഴിക്കണ്ട, എൻ്റെ ബോഡി ഫിസിക്കൽ ആവില്ല. ആ സാറ്റിസ്ഫാക്ഷൻ അവർക്ക് എത്തും. ഇത് ഇല്ലാത്ത ആൾക്കാർക്ക് അത് പറയില്ല. കാരണം ഉള്ളിൽ ഇതിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ഫിസിക്കലി നമ്മുടെ ബോഡിയിൽ അത് ഇല്ലാത്തത് കൊണ്ട് ഇതിന്റെ മതിയായി നിർത്തുന്നു പറയാൻ ആ ഉള്ളിൽ ആളില്ല. ദാറ്റ് ഈസ് വൈ നമുക്ക് സാറ്റിസ്ഫൈ ആകും. എനിക്ക് ഒരു ദിവസം കൂടെ മതി എന്നുള്ള ചിന്ത വന്നിട്ടേ ഇല്ല. ഞാൻ 15 വർഷം കുടിച്ചിട്ട് മതി തോന്നിയിട്ടേ ഇല്ല. തികഞ്ഞില്ല എന്നുള്ളൂ. സമയമുണ്ടെങ്കിൽ ഫുള്ളായിട്ട് കുടിക്കും. ചിലപ്പോൾ ഫുൾ ഫിറ്റായിട്ട് എവിടെയെങ്കിലും കിടന്നിട്ടുണ്ടാവും, കട അടിച്ചിട്ടുണ്ടാവും, പൈസ കഴിഞ്ഞിട്ടുണ്ടാവും, പ്രശ്നമായിട്ടുണ്ടാവും, കിട്ടാതായിട്ടുണ്ടാവും. ഞാൻ ഫ്രീഡം ആണെങ്കിൽ ചിലപ്പം വീട്ടിലാണെങ്കിലോ വീട്ടിൽ ഒച്ചയിട്ടിട്ട് ചിലപ്പോൾ തരാതിരിക്കാം. വല്ല ഔട്ടർ പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ചിലപ്പം കഴിക്കാണ്ട് മതി എന്ന് കടന്നിട്ടുണ്ടാവും. തവിര ഞാൻ ഫ്രീഡം ആണെങ്കിൽ എൻ്റെ രാജ്യത്തിൽ ചിലപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഉണ്ടെങ്കിൽ ഞാൻ ഫുൾ ഫിറ്റാകാതെ, ഫിറ്റായി മീൻസ് എനിക്ക് കംപ്ലീറ്റ് അതിനുശേഷം എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള അറിയാതെ ഞാൻ നിർത്തിയിട്ടില്ല. മതി എന്നുള്ള എനിക്ക് പറഞ്ഞിട്ടില്ല. അത് ലേറ്റസ്റ്റ് ആണ് എനിക്ക് മനസ്സിലായി. സ്റ്റെപ്സിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്, അതുവരെ പറഞ്ഞിട്ടില്ല. സോ ഇതാണ് പ്രശ്നം. സോ ഇതിനുള്ളിൽ ബോഡിയിൽ ഉള്ളിൽ കയറുമ്പോൾ ഇത് വന്നിട്ട് ഒരു കിക്ക് തരും, ഒരു സുഖം തരും. ആ കിക്ക് ഇത് ഗ്രാജുവലി നമ്മൾ കുടിക്കുമ്പോൾ ബിഗിനിങ്ങിൽ തുടക്കത്തിൽ ഇത് വന്ന് ഇൻക്രീസ് ആയിട്ട് വരും. പക്ഷെ ആ സാറ്റിസ്ഫാക്ഷൻ ആകാത്തത് കൊണ്ട് വി ആർ റണ്ണിങ് ബിഹൈൻഡ് ദ സാറ്റിസ്ഫാക്ഷൻ. ആ സുഖം, ആ കിക്ക് വേണം, ഇനി വേണം എന്ന് പറഞ്ഞിട്ട് അതിന്റെ പുറകെ ഓടി ഒരുപാട് ബിഗ് ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ ഒരു ലൈൻ ഉണ്ട് അവിടെ, ഒരുപാട് ക്രോണിക് ആയിട്ട് മാറുന്ന ശേഷം അത് ക്രേവിംഗ് ആയിട്ട് മാറും. പിന്നെ ക്രേവിംഗ് ആയി മാറിക്കറിഞ്ഞാൽ പിന്നെ അത് ചോദിക്കാൻ തുടങ്ങും. ഫിസിക്കലി മെന്റലി അത് വേണം, കുടിക്കണം എന്നുള്ള ചിന്തയായി അത് മാറിക്കഴിയും. സോ അതാണ് ആ സ്റ്റേജിലേക്ക് എത്തുന്നവരെ നോ പ്രശ്നം. ഒരു കുടിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അവർ വേണ്ടെന്ന് വെക്കാം, പോകാം.
ചിലപ്പോൾ ഒരാഴ്ച, ഒരു മാസം, ഇല്ല അവർക്ക് ചിലപ്പോൾ നാളെ കുടിക്കും, അങ്ങനെ ഉണ്ടാകാം. കാരണം അത് ക്രോണിക്കായി മാറിയിട്ടില്ല. അത് ഒരുപാട് ഇങ്ങനെ നമ്പർ ഓഫ് ടൈംസ് ഇങ്ങനെ കുടിച്ച് ഒരു സമയത്ത് അത് ക്രേവിംഗ് ആയിട്ട് മാറും. ബിഗ് ബുക്കിൽ ലൈൻ ഉണ്ട്, ഒരു മെമ്പർ, ഒരാൾക്ക് വിത്തൗട്ട് ക്രിയേഷൻ ഓഫ് ക്രേവിംഗ് അവർക്ക് കുടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഒരു ലൈനിൽ. ക്രേവിംഗ് വരാണ്ട് ആർക്കും കുടിക്കാൻ പറ്റൂല. സോ അപ്പൊ ക്രേവിംഗ് എങ്ങനെയായി? ഒരുപാട് നമ്പർ ഓഫ് ടൈംസ് ഞാൻ കുടിച്ചത് കൊണ്ടാണ് എനിക്ക് ക്രേവിംഗ് ആയിട്ട് മാറിയത്. സോ ഫസ്റ്റ് ഇയറിൽ ചിലപ്പോൾ 2 വർഷത്തോ 3 വർഷത്തോ എനിക്ക് ക്രേവിംഗ് വന്നിട്ടില്ല. അപ്പൊ ക്രേവിംഗ് ആകാൻ ലോങ് ടൈം ഞാൻ കുടിക്കണം. സോ ക്രേവിംഗ് ആയതിനു ശേഷം പിന്നെ അത് ചോദിക്കാൻ തുടങ്ങും. ഫിസിക്കലി എനിക്ക് അത് വന്ന് എന്താന്ന് എനിക്ക് അറിയുന്നില്ല, പക്ഷേ എനിക്ക് എൻജോയ് കിട്ടാനുള്ള കിക്ക് കിട്ടുന്നുണ്ട്. അപ്പോ ഒരു ആൽക്കഹോളിക്ക് ആ കിക്കാണ് കുടിക്കാൻ ചെയ്യുന്നത്. ബാക്കി അതിനെ കൊണ്ട് യാതൊരു യൂസും ഇല്ല. അപ്പൊ എന്തുകൊണ്ട് കുടിക്കണോ? ആ കിക്ക്, ആ ആഗ്രഹം, ആ കുടിച്ചാൽ കിട്ടുന്നുള്ള ഒരു സുഖം, ഒരു ഒരു എന്താ പറയാ, ആ കിക്ക്, സിമ്പിളായിട്ട് ആ കിക്കിന് വേണ്ടിയാണ് ആൽക്കഹോളിക് കുടിക്കുന്നത്. അപ്പോൾ ബോഡിയിൽ ഒരു ഫോറിൻ പൊരുൾ എത്തുമ്പോഴേക്കും ഒരു ആൽക്കഹോളിക് ബിക്കം ഇറിറ്റബിൾ, റെസ്റ്റ്ലെസ്നെസ്, ഡിസ്കണ്ടന്റ്. ഇതിന്റെ പുറകെ നടക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എന്തായിട്ട് കുറച്ചു കാലം കഴിയുമ്പോഴേക്കും കംപ്ലീറ്റ് ആയിട്ട് ആൽക്കഹോളിക്കിന്റെ സാനിറ്റി റീപ്ലേസ് ആയിട്ട് ഇൻസാനിറ്റി ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടാവും. സാനിറ്റി നമ്മളെ ക്ലാരിറ്റിയാണത്. അതായത് നമ്മുടെ ഉള്ളിലുള്ള ആൽക്കഹോളിക്കിന്റെ ഉള്ളിലുള്ള ഒരു പറയുകയാണെങ്കിൽ അതൊരു സോഫ്റ്റ്വെയർ പോലെ. നമുക്ക് കണ്ണുണ്ട്, കണ്ണ് എന്ത് വേണമെങ്കിലും നമുക്ക് നോക്കാം. അത് എല്ലാത്തിനും നമുക്ക് ഇതാണ് ഈ കാണാനുള്ള ഒരു പവർ. ഇതിനെ കാണണ്ട, ഇത് കാണാൻ പാടില്ല എന്നല്ല അതിനെ അറിയില്ല, അത് എല്ലാത്തിനും കാണും. അതുപോലെ നമ്മുടെ ബോഡിക്ക്, നമുക്കൊരു മനുഷ്യന് ഫിസിക്കൽ നമുക്ക് കാണുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്, കാണാത്ത ഒരുപാട് സാധനങ്ങളുണ്ട്. അതിലൊന്നാണ് സാനിറ്റി, കാണാത്ത സാധനങ്ങൾ നമ്മുടെ ഉള്ളിൽ. ഇപ്പൊ ഉദാഹരണത്തിന് കൊറോണ വന്ന് വരുമ്പോ ടേസ്റ്റ് ഇല്ലാതെ ആവും എന്ന് പറഞ്ഞു. ഇപ്പോഴാണ് ആ എക്സ്പീരിയൻസ് കൊറോണ വന്നതിന് ശേഷം. കൊറോണ വന്നിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് അറിയില്ല എന്ന്. പക്ഷെ അത് ക്യൂർ ആയതിനു ശേഷം ടേസ്റ്റ് പിന്നെ തിരിച്ചു വരും, സെയിം ലൈക്ക് ദറ്റ്. അപ്പൊ വായിൽ എവിടെയോ ഉള്ളു ടേസ്റ്റ് കണ്ടുപിടിക്കുന്ന ഒരു സാധനമുണ്ട് നമ്മൾ വായിനുള്ളിൽ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വയറ്റിനുള്ളിൽ പോയി കഴിഞ്ഞാൽ അത് ടേസ്റ്റ് എങ്ങനെയാ നമുക്കറിയില്ല. പക്ഷെ വായില് ഇത് പുളിപ്പ്, ഇത് കാരം, ഇത് എരിവ്, ഇതിങ്ങനെയൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ നല്ല രസമാണ്, നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ പറയാനുള്ള എന്തോ സംതിങ് ഉണ്ട്. അപ്പൊ ആ പർട്ടിക്കുലർ ആ ടേസ്റ്റ് കണ്ടുപിടിക്കുന്ന സാധനമാണ് അവിടെ ഡാമേജ് ആവുന്നത്. സെയിം ലൈക്ക് ദറ്റ് സാനിറ്റി ഡാമേജ് ആയി കഴിയും. കാരണം കുടിച്ച് പോകുമ്പോൾ ഇതിന്റെ പുറകെ നടക്കുമ്പോൾ നമ്മളുടെ ഡ്യൂട്ടീസ് ആൽക്കഹോളിക് മറന്നുപോയി ഒരുപാട് നുണ പറയാലും, ഒരുപാട് നുണ പറയുക, പൈസ പറ്റിക്കുക, അല്ലെങ്കിൽ അതായത് ശരിക്കുള്ള ഒരു ബിഹേവിയർ അല്ലാതെ അബ്നോർമൽ ആയിട്ട് ബിഹേവിയറിൽ തുടങ്ങി അത് ആദ്യം അങ്ങനെ ഇല്ലായിരുന്നു ആ പർട്ടിക്കുലർ പേഴ്സൺ. ഈ കുടി കൂടുതൽ ആയി വരുമ്പോഴാണ് ഈ അതായത് നോർമൽ അല്ലാത്ത ബിഹേവിയറിൽ മാറുന്നത്. ഈ നോർമൽ അല്ലാത്ത ബിഹേവിയറിൽ, അതായത് നുണ പറയുക, പറ്റിക്കുക, കുടിക്കാൻ വേണ്ടി എന്ത് വേണമെങ്കിൽ ചെയ്യുക, ഒരു പ്രൊസീജിയർ ഇല്ലാത്ത ലൈഫിലേക്ക് കടക്കുക, ഇങ്ങനെ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവിടെ സാനിറ്റിക്ക് പണിയില്ലാതെ ദാറ്റ് വിൽ ഗോ അവേ. ഇതാണ് നമ്മുടെ പ്രശ്നം. ഓക്കെ, ഇങ്ങനെയാണ് സംഭവം നടക്കുക. ഓക്കെ, ഇത് ഒരു സൈഡ്. സ്പിരിച്വാലിറ്റിക്ക് ഞാൻ വരുന്നുണ്ട്. സ്പിരിച്വാലിറ്റി എന്താണെന്ന് കുറച്ചു നേരം കഴിഞ്ഞ് സംസാരിക്കാം. ഇപ്പോ ഇതാണ് ഹാപ്പനിങ്, ഇങ്ങനെയാണ് ഹാപ്പനിങ്. പിന്നെ ഒരു ആൽക്കഹോളിക് ആയി കഴിഞ്ഞാൽ ഒരു ആൽക്കഹോളിക്കിന്റെ ശരിക്കുള്ള സ്റ്റേറ്റസ് എന്താണ് എന്ന് പറഞ്ഞ ഇപ്പോഴാണ് ആ സ്റ്റേറ്റസ് എങ്ങനെ ആയിരിക്കും എന്നുള്ള സംഭവമാണ് നമ്മുടെ ഈ ആൽക്കഹോളിക് അനോണിമസിൽ നേരത്തെ നമ്മൾ ഗോഡ് ഫാദേഴ്സ് എന്ന് പറഞ്ഞ ഈ ജെയിംസ് വില്യംസ് എന്നുള്ള ഒരു ഡോക്ടർ, ഓക്സ്ഫോർഡ് ഗ്രൂപ്പ്, ഹാർവർഡ് യൂണിവേഴ്സിറ്റി ഒരു പ്രൊഫസർ ഒരു റിസർച്ച് ചെയ്തിട്ട് ഒരു കണ്ടുപിടിച്ച ഇത് പറയുമ്പോഴേ എനിക്ക് ഭയങ്കര എന്തോ ഒരു ബോഡിയെല്ലാം ഒരു ഷേക്ക് ആവുന്നുണ്ട്. അതൊന്ന് കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ സ്ഥിതിയൊക്കെ ഭയങ്കര കഷ്ടമായിരുന്നു. സോ
മൂപ്പർ ഡോക്ടർ കണ്ടുപിടിച്ച ഒരു ശരിക്കും താമസ് ആൽവ എഡിസൺ എങ്ങനെ കണ്ടുപിടിച്ചോ, കറണ്ട് കണ്ടുപിടിച്ചോ, അത് ബൾബ് കണ്ടുപിടിച്ചോ, അതുപോലെ ഈ ആൽക്കഹോളിക്കിന് ട്രീറ്റ്മെന്റ്, അതായത് ഓരോ ഡിസീസിനും ഒരു മരുന്നുണ്ട്. ഇപ്പൊ ടൈഫോയിഡിന് മെഡിസിൻ ഉണ്ട്. ലോകത്തിലുള്ള എല്ലാ ഹ്യൂമൻ ബീങ്ങും 750 കോടി ആൾക്കാർക്കും ടൈഫോയിഡ് വന്നാൽ എല്ലാവർക്കും ഒരേ ഗുളികയായിരിക്കും കൊടുക്കുക. ഇപ്പോ മഞ്ഞപ്പിത്തം വന്നാല് അപ്പോൾ പർട്ടിക്കുലർ ഡിസീസിന് പർട്ടിക്കുലർ മരുന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒറ്റ മരുന്ന് ആൽക്കഹോളിക്കായി കഴിഞ്ഞാൽ അവരെ തിരിച്ച് ലൈഫിലേക്ക് എത്തുകയാണെങ്കിൽ ഒരു മരുന്ന്, ദാറ്റ് ഈസ് സ്പിരിച്വാലിറ്റി, റീപ്ലേസ് ചെയ്തിരിക്കണം. സോ അത് സ്പിരിച്വാലിറ്റി എങ്ങനെ റീപ്ലേസ് ആവുന്നു പിന്നീട് നോക്കാം. സോ ഒരു സ്പിരിച്വാലിറ്റി ആണ് ഒരു ആൽക്കഹോളിക്കിനെ ഒരു നോർമൽ പേഴ്സണായി ആദ്യത്തെ കൂടി മാറ്റുന്ന ഒരു മരുന്ന്. അത് ജെയിംസ് വില്യംസ് എന്ന ഒരു ആള് ഇതിൽ റിസർച്ച് ചെയ്തിട്ട് ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റിയിൽ പർട്ടിക്കുലർ ആയിട്ട് സ്പിരിച്വാലിറ്റിയെ പറ്റിയുള്ള ഒരു സർവേ ചെയ്യുമ്പോൾ അവർ കണ്ടുപിടിച്ച് അത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതുവരെ ഒരു സൈഡിൽ അതിരിക്കട്ടെ. ഇപ്പൊ ഒരു ആൽക്കഹോളിക്കിന്റെ സ്റ്റാറ്റസ് എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞാൽ, ഒരു ആൽക്കഹോളിക്കായി കഴിഞ്ഞാൽ ഈ ആൽക്കഹോളിക്കിന് വിസ്ഡം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമുക്ക് ബേസിക് ആയിട്ട് പ്രയറിൽ വിസ്ഡം, നമ്മളെ എവറിഡേ പ്രയറിൽ നമ്മൾ വിസ്ഡം ചോദിക്കുന്നത്. ഒന്ന്, അത് വന്ന് കമ്പൽസറി ആയിട്ട് വിസ്ഡം ഇല്ലാത്തത് കൊണ്ട് വി ഹാവ് ടു ആസ്ക് ഗോഡ് ടു ഗിവ് us വിസ്ഡം. ശരി, വിസ്ഡം എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞാൽ നോളജ് ഇസ് ഡിഫറെന്റ്, വിസ്ഡം ഇസ് ഡിഫറെന്റ്. ഇത് ഇല്ല, ആക്ച്വലി വിസ്ഡം ഇല്ല ഒരു ആൽക്കഹോളിക്കിന്. ഓക്കെ, ശരി ഇരിക്കട്ടെ. ശരി, ഇപ്പോ നമുക്ക് ജീവിക്കുമ്പോൾ ഒരു ആൽക്കഹോളിക് ജീവിക്കണമല്ലോ. ജീവിതം ഫുള്ളായിട്ട് പാഴായി പോയില്ലേ? അപ്പൊ ജീവിക്കാൻ അപ്പൊ എന്ത് വേണം? തിരിച്ച് കുടിക്കാതിരിക്കണം, കുടിച്ചാൽ ജീവിതം പോവും. അപ്പൊ ജീവിക്കുകയാണെങ്കിൽ വിഷ്ടം വേണം. അപ്പൊ വിഷ്ടം തിരിച്ചെത്തണം. അപ്പൊ വിഷ്ടം തിരിച്ചെത്തുകയാണെങ്കിൽ ആ വിഷ്ടം നമുക്ക് കിട്ടണം എന്നുള്ള നമ്മൾ നോർമലായി മാറണം. സോ അതിനുള്ള പ്രശ്നം നമുക്ക് നോർമലായിട്ട് വരാൻ നമ്മൾക്ക് തടസ്സമുള്ളത് ആൽക്കഹോളിക്. അപ്പൊ ആൽക്കഹോളിക്കിന് ഫ്രീഡം വന്നിട്ടില്ലെങ്കിൽ, പിന്നെയും നമ്മൾ ആ ഇൻസാനിറ്റി ബിഹേവിയറിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കുള്ള ഇൻസാനിറ്റി കൂടിക്കൊണ്ടേയിരിക്കും, ക്ലാരിറ്റിയിൽ വരാൻ പറ്റില്ല. സോ ജീവിതത്തിൽ ജീവിക്കാൻ ക്ലാരിറ്റി വേണം. ക്ലാരിറ്റി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ കംപ്ലീറ്റ് നോളജ്, ഈ വിസ്ഡം, കംപ്ലീറ്റ് നോളജ് ഓഫ് ആൽക്കഹോൾ. വാട്ട് ഈസ് ആൽക്കഹോൾ? ഈ ആൽക്കഹോളിന്റെ കണ്ടന്റ് എന്താണ്? നമ്മളെ ഫിസിക്കൽ ബോഡിയിൽ പോയിട്ട് ഇത് എന്തൊക്കെ ചെയ്യും? ഇത് എന്തിനാണ് ഞാൻ കുടിക്കാൻ പാടില്ല? ഈ അലർജി ഇല്ലാത്തവർ കുടിച്ചാൽ എന്താവും, ഞാൻ കുടിച്ചാൽ എന്താകും? ഇതൊക്കെ ഞാൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ, ഒരു ആൽക്കഹോളിക് അറിഞ്ഞിട്ടില്ലെങ്കിൽ കുടിച്ചുകൊണ്ടേയിരിക്കും. ഫിസിക്കലി അലർജി ആണുള്ള സംഭവം അറിഞ്ഞിട്ടില്ലെങ്കിൽ ഉള്ളിൽ പോയി അവർ ഇറിറ്റബിൾ, റെസ്റ്റ്ലെസ്, ഡിസ്കണ്ടന്റ് ആയ സ്റ്റാറ്റസിലേക്ക് ഇത് പിന്നെയും ആയിക്കൊണ്ടേ ഇരിക്കുന്നുള്ള വിഷയം അറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെയും അവർ കുടിക്കും. കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അറിയാം റിസൾട്ട്. സോ അത് കമ്പൽസറി ആയിട്ട് ആ നോളജ് എടുത്തിരിക്കണം. അപ്പൊ അതിനുള്ള കംപ്ലീറ്റ് സ്റ്റഡിയാണ് ഈ മോർ അബൌട്ട് ആൽക്കഹോളിക്സ് എന്നുള്ള ആ ചാപ്റ്റർ വരെ, നമ്മൾ പ്രിഫേസ് തൊട്ട് ആ ചാപ്റ്റർ വരെ ബിഗ് ബുക്കിൽ കംപ്ലീറ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ശേഷം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ക്ലിയർ ആവും. നമുക്ക് അറിഞ്ഞിരിക്കും എന്താണ് ആൽക്കഹോൾ, ഈ ആൽക്കഹോൾ എന്താണ്, ഈ ആൽക്കഹോൾ അലർജി എന്താണ്, ഞാൻ എന്തിനുകൊണ്ട് ഇത് കുടിക്കാൻ പാടില്ല, ഇത് കുടിച്ചാൽ എനിക്ക് എന്താകും, എന്റെ ബോഡിയിൽ ഫിസിക്കൽ അലർജി ഉണ്ട്, ഇത് ഡൈജസ്റ്റ് ചെയ്യൂല, ഇത് ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യാൻ പറ്റില്ല, എന്റെ ബോഡിയിൽ ഇൻസുലിൻ പോലെ, ഷുഗറിനെ പോലുള്ള ഈ ആൽക്കഹോളിക്കിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള ഒരു മരുന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല, ഇന്ന് വരെ ഇല്ല, നാളെ നമുക്കറിയില്ല. ഈ ലൈന് ബിഗ് ബുക്കിൽ എഴുതിയിട്ടുണ്ട്. സോ അപ് ടു ഡേറ്റ് ഇതുവരെ അതിനുള്ള ഒരു മരുന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. സോ ഈ അലർജിയുള്ള ആൾ കുടിച്ചാൽ ഡെഫിനറ്റ് ആയിട്ട് ഓക്കെ, ഇത് അറിയാം. ഫസ്റ്റ് സ്റ്റെപ്പ് അറിഞ്ഞതുകൊണ്ട് ഒരു ആൽക്കഹോൾ കുടിക്കാതിരിക്കുമോ? ഡെഫിനറ്റ് ആയിട്ട് പറ്റില്ല. കാരണം ക്രേവിങ് ഉണ്ട്, മെന്റൽ, ഫിസിക്കൽ. ഇപ്പൊ ഇതാണ് ഡിസീസ്. അപ്പൊ ഇത് എന്താ ചെയ്യുക? ഇപ്പൊ ഇത് ആരെടുക്കും? ഇതെങ്ങനെ ശരിയാകും എന്ന് പറഞ്ഞാൽ, ഇത് പോകുകയാണെങ്കിൽ ഇത് റീപ്ലേസ് ചെയ്യാനുള്ള
ഒരേ മരുന്ന് സ്പിരിച്വാലിറ്റി. ഓക്കെ, ഇപ്പൊ സ്പിരിച്വാലിറ്റി ആണ് ഇതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ഒന്നുമില്ല. ഇപ്പൊ സ്പിരിച്വാലിറ്റി ആരെടുത്തുണ്ട്, എവിടെയുണ്ട്, എങ്ങനെ നമുക്കിത് കിട്ടും എന്നുള്ളതാണ് ഇവർ കണ്ടുപിടിച്ചിട്ടുള്ളത്. ബിഗ് ബുക്കിൽ കണ്ടുപിടിച്ച ബിൽഡബ്ല്യു കണ്ടുപിടിച്ച സംഭവം. ബിൽഡബ്ല്യു ആണ് ഇതിന്റെ ആക്ച്വൽ കോർഡിനേറ്റർ കാരണം സിമ്പിളായിട്ട് ഫിസിക്കലില് പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് ഇത് ഒരുപാട് ആൾക്കാർക്ക് അറിയാം. സമയം നമുക്ക് ഫുള്ളായിട്ട് കേൾക്കുകയാണെങ്കിൽ ഒരുപാട് സമയം വേണം. അതുകൊണ്ട് ഫിസിക്കൽ അലർജി ഉണ്ട് എന്ന് കണ്ടുപിടിച്ചതാണ് ഡോക്ടർ സിൽക്വർത്ത്. സ്പിരിച്വാലിറ്റി ഇല്ല എന്ന് കണ്ടുപിടിച്ച ആളാണ് വില്യംസ് ജെയിംസ്. ഈ വില്യംസ് ജെയിംസ് എന്നുള്ള ഒരാള് സ്പിരിച്വാലിറ്റി വേണമെന്ന് കണ്ടുപിടിച്ചു. ഇതിന്റെ ഡോക്ടർ യങ് എന്നുള്ള ഒരു ഡോക്ടർ റോളൻ ഹസാർഡ് എന്നുള്ള ഒരു മെമ്പറിനെ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന നേരത്തെ. ഇതിലൊരുപാട് കഥകളുണ്ട്, ഫുള്ളായിട്ട് അതിന് പോണ്ട. ഈ വില്യംസ് ജെയിംസ് ഈ ബുക്ക് എഴുതിയിട്ട്, വെറൈറ്റീസ് ഓഫ് സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഉള്ള ബുക്ക് എഴുതിയിട്ട് അതിന്റെ അതായത് അതിനെ ഇത് ചെയ്യുമ്പോൾ ഈ ഡോക്ടറിനെ വിളിച്ചു ആ ഫംഗ്ഷനിലേക്ക്. അപ്പോഴാണ് ഈ ഡോക്ടർ യങ് എന്നുള്ള ഒരു ഡോക്ടറിന്, ഒരു ഫേമസ് സൈക്കോളജിസ്റ്റ് അമേരിക്കയിൽ ഉള്ള ഡോക്ടറിന് ആൽക്കഹോളിക്കിനെ ശരിയാകണമെങ്കിൽ ഈ സ്പിരിച്വൽ ചേഞ്ച് വരണം, എന്നാലേ ശരിയാവുള്ളൂ എന്ന് അറിഞ്ഞ ഒരു നോളജ് കിട്ടിയത്. സോ ആ ട്രീറ്റ്മെന്റ് ആണ് സൈക്കോളജിക്കലി ആ ഡോക്ടർ അവരെ പേഷ്യന്റിലേക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സോ അവരെ പേഷ്യന്റ് ആയിരുന്നു റോളൻ ഹസാർഡ്, അമേരിക്കയിൽ ഏറ്റവും വലിയ ആ സമയത്തുള്ള വലിയ ഒരു കോടീശ്വരൻ. 1 ഇയർ ട്രീറ്റ്മെന്റ് എടുത്തിട്ട് തിരിച്ചു വന്ന് കുടിച്ചു കളഞ്ഞു. തിരിച്ചു പോയി ചോദിക്കുമ്പോൾ, എന്താ ഡോക്ടർ ഞാൻ ഒരു വർഷം ട്രീറ്റ്മെന്റ് എടുത്ത് കുടിച്ചു എന്ന് പറയുമ്പോൾ ആ ഡോക്ടർ എന്ത് പറഞ്ഞു പറഞ്ഞാൽ, ഈ വാർത്തകളെല്ലാം ഭയങ്കര പവർഫുൾ മെസ്സേജ് ആണ്. ഡോക്ടർ റോളൻ ഹസാർഡ് ചോദിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ നിന്നെ പോലുള്ള ആൽക്കഹോളിക്ക് ഒന്ന് കുടി വിട്ട് ഒരു നല്ല ജീവിതം ജീവിക്കുകയാണെങ്കിൽ ഒരു സ്പിരിച്വൽ അവേക്കനിങ് വന്നിരിക്കണം. അത് നിനക്ക് തരാൻ വേണ്ടിയാണ് ഞാൻ ഇത്ര ദിവസം ട്രൈ ചെയ്തത്, പക്ഷെ നിനക്ക് അത് കിട്ടിയില്ല. സോ ഡെഫിനറ്റ്ലി യു വിൽ ഡൈ. ഇതുപോലെ നിനക്ക് അത് തരാൻ വേണ്ടിയാണ് ഞാൻ ട്രൈ ചെയ്തത്, പക്ഷെ നിന്റെ കേസിൽ ഞാൻ അത് ഫെയിലിയർ ആയിപ്പോയി. അതുകൊണ്ട് നിനക്ക് അത് സ്പിരിച്വൽ ചേഞ്ച് വരാത്തത് കൊണ്ട് യു വിൽ ഡൈ, നീ കുടിക്കും, നീ മരിച്ചു പോകും എന്ന് പറഞ്ഞു. ഓപ്പണായിട്ട് സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് പറഞ്ഞു. കാരണം ആ ഡോക്ടർ റോളൻ ഹസാർഡ് ഒരു വലിയ ആളായതുകൊണ്ട്, ഒരു നോളജ് ഉള്ള ആളായതുകൊണ്ട് അത് ചോദിച്ചു, അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഡോക്ടർ റെഫർ ചെയ്തതാണ് ഓക്സ്ഫോർഡ് ഗ്രൂപ്പ്. ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലേക്ക് വന്നിട്ട് ഇതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കണം, ന്യൂ കമേഴ്സ് എല്ലാം കേൾക്കണം. ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലേക്ക് വന്നിട്ട് റോളൻ ഹസാർഡ് വന്നിട്ട് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, പക്ഷെ കുടി നിർത്തിയിട്ടില്ല. ഓക്കെ, അപ്പൊ കുടി നിർത്തിയിട്ടില്ല. അപ്പൊ ആ ഡോക്ടർ പറഞ്ഞ് ഈ റെഫർ ചെയ്യുമ്പോൾ, നീ എന്തെങ്കിലും ഒരു സ്പിരിച്വൽ സ്ഥലത്തേക്ക് പോയി ജോയിൻ ചെയ്തൂടെ എന്ന് ചോദിക്കുമ്പോൾ, ചെയ്താൽ ചിലപ്പം ഒരു പക്ഷെ നടക്കും. ഇത് ഭയങ്കര റയർ, ഓൺലി 1,00,000 ഒരാൾക്ക് ചിലപ്പോൾ നടക്കും. നിന്റെ കേസിൽ ഞാൻ ഫെയിലിയർ ആയിപ്പോയി, ഒരു ചാൻസ് ഉണ്ട്, നീ വേണമെങ്കിൽ ഏതെങ്കിലും സ്പിരിച്വൽ സ്ഥലത്തിലേക്ക് പോയി ജോയിൻ ചെയ്തേക്ക് എന്ന് പറയുമ്പോൾ, അപ്പോൾ റോളൻ ഹസാർഡ് ആലോചിക്കുകയാണ്, പറയാണ്, ഓഹോ താങ്ക് യു ഡോക്ടർ. മൂപ്പര് വിചാരിച്ചു ഞാൻ ചർച്ചിക്ക് പോകുന്ന ആളാണ്, ഐ ഗോ ടു ചർച്ച് എവറി ഡേ, സോ എനിക്ക് പ്രശ്നമില്ല, ഞാൻ സ്പിരിച്വൽ സ്ഥലത്തേക്ക് ഞാൻ പോകും എന്ന് പറഞ്ഞിട്ട് ആ ചർച്ചിലേക്ക് പോകുന്നത്, ചർച്ചെല്ലാം സ്പിരിച്വൽ പ്ലേസ് അല്ലേ, സോ അവിടെ എനിക്ക് ചേഞ്ച് വരും എന്നുള്ളൊരു ഹോപ്പിലാണ് മൂപ്പര് ഒരു കോൺഫിഡന്റ് കിട്ടിയിട്ട്. അപ്പോൾ മൂപ്പര് ഇങ്ങനെ ഓക്സ്ഫോർഡ് ഒരു ഗ്രൂപ്പ് ഉണ്ട്, നിങ്ങൾ അവിടെ പോയിക്കോ എന്ന് റെഫർ ചെയ്യുന്നത് ഡോക്ടർ യങ്. അപ്പോൾ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ വന്ന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. റോളൻ ഹസാർഡ് സ്റ്റിൽ ഹീസ് ഡ്രിങ്കിങ്, മൂപ്പര് കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എപ്പം നിർത്തി എന്ന് ചോദിച്ചാൽ, ഒരു ദിവസം ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഐ വാസ് എ പേഗൻ എന്നുള്ള ഒരു ബുക്ക്, അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ചേസിങ് ദ ഫാൾസ് ഗോഡ്. അത് നമ്മൾക്ക് ബിഗ് ബുക്കിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ട് നമ്മുടെ പഴയ കരുത്തുക്കൾ, അത് തമിഴിൽ പറയും, ഇംഗ്ലീഷിൽ എന്താണെന്ന് അറിയില്ല, ഓൾഡ് ഐഡിയാസ് ആയിരിക്കും. സോ ഓൾഡ് ഐഡിയാസ് ജീവിതമായിരുന്നു അതുവരെ. ഐ വാസ് എ പാഗൻ എന്നുള്ള ഒരു ബുക്ക് പഠിക്കുമ്പോഴാണ്
ആ റോളൻ ഹസാർഡിന് ഒരു സ്പിരിച്വൽ അവേക്കനിങ് വന്നത്. അന്ന് തൊട്ട് മൂപ്പര് കുടിച്ചിട്ടില്ല. സോ അക്കോർഡിംഗ് ടു ആക്സ്ഫോർഡ് ഗ്രൂപ്പ്, അവർ ഇതേ സ്റ്റെപ്സ് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്ന 12 പടികൾ അവിടെ 6 അവർ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ കുടി നിർത്തി കഴിഞ്ഞാൽ ആക്സ്ഫോർഡ് ഗ്രൂപ്പ് മെമ്പർ അവർ ഇനി ഒരു ആൽക്കഹോളിക്കിനെ കണ്ടെത്തി ഈ മെസ്സേജ് പറയണമെന്നുള്ളതല്ലേ. അപ്പൊ അങ്ങനെ മൂപ്പര് വന്നിട്ട് എബി തച്ചറിനെ കണ്ടു. എബി തച്ചർ നമ്മളെ ബിൽഡബ്ല്യൂനെ കണ്ടു. ബിൽഡബ്ല്യൂനോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. പക്ഷെ ബിൽഡബ്ല്യൂ ഗാഡ് കോൺസെപ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. സ്പിരിച്വാലിറ്റിക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ ഐ ഹാവ് ടു ടോക്ക് പീസ്, ഇതെല്ലാം സംസാരിക്കണം. അതുകൊണ്ടാണ് ഗാഡ് എല്ലാം ഓക്കെ, പക്ഷെ ദൈവത്തിനോട് താല്പര്യമില്ല. ഓക്കെ, എന്നാൽ ബിൽഡബ്ല്യൂ പറയുന്നത്, ബിൽഡബ്ല്യൂ സ്റ്റോറിയിൽ പറയുന്നത്, എനിക്ക് ദൈവത്തിനോട് താല്പര്യമില്ല, പക്ഷെ ഒരു പവർ ഉണ്ട് എന്നുള്ള ബിലീഫ് എനിക്കുണ്ട് എന്ന് പറയുന്നുണ്ട്. കാരണം അവരെ ബിൽഡബ്ല്യൂ ഒരു അനാഥയാണ്. അച്ഛനമ്മ ചെറിയ വയസ്സിൽ വിട്ടിട്ട് പോയി. അവർ വളർന്നതെല്ലാം വലിയ ഗ്രാൻഡ് ഫാദറിന്റെയാണ്. ഗ്രാൻഡ് ഫാദർ ആൽക്കഹോളിക്. അവര് കുടിച്ചുകൊണ്ടിരിക്കുന്നു. സുപ്രഭാതത്തിൽ ഒരു ദിവസം നിർത്തി. അതിനുശേഷം ഒരു വലിയ ജെന്റിൽമാൻ ആയിട്ട് ജീവിച്ചു. നല്ലൊരു പേഴ്സണായിട്ട് ജീവിച്ചു. ആ നാട്ടിൽ നല്ലൊരു പേരായിരുന്നു. മൂപ്പര് പറയും, ചർച്ചിൽ പോറവங்க എല്ലാം കറക്റ്റാ ഫോളോ പண்றாங்களா എന്ന് മൂപ്പര്, അതായത് അമ്പലത്തിൽ പോകുന്നില്ല. കാരണം ഗോഡെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത് പറയണം. സോ അപ്പോ അമ്പലത്തേക്ക് പോകുന്ന ആൾക്കാരൊക്കെ ശരിക്കുള്ള ഫോളോവേഴ്സ് ആണോ എന്ന് മൂപ്പര് ചോദിച്ചു എന്നുള്ള ഓർമ്മ വരുന്നുണ്ട് ബിൽഡബ്ല്യൂക്ക്. ഒന്ന്. പിന്നെ അവർ വാറിലേക്ക് ഇരിക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഈ വേൾഡ് വാർ ഇതിലൊക്കെ മൂപ്പര് മിലിറ്ററി അല്ലേ അറ്റൻഡ് ചെയ്യുമ്പോൾ ആൾക്കാർ തമ്മിൽ ഭയങ്കര തല്ലലും കൊല്ലലും ഒക്കെ ആവുമ്പോൾ ഫുൾ ഞാൻ വലിയ ആളാണ്, എന്റെ ദൈവം വലിയ ആളാണ്, നിന്റെ ദൈവം വലിയ ആളാണ്, ഞാൻ നിന്നെ വെറുതെ വിടൂല എന്നുള്ള ഫുൾ കംപ്ലീറ്റ് ഈ കാസ്റ്റ് ഇതൊക്കെ വാറിലായിരുന്നില്ല. അതുകൊണ്ട് ദൈവം ഒരാളുണ്ടെങ്കിൽ ഇങ്ങനെ ആൾക്കാർ മരിക്കുമോ, ഇങ്ങനെ ഫൈറ്റ് ചെയ്യുമോ, ഇങ്ങനെ വാറിൽ പോയി ചാകുമോ, അങ്ങനെ ചത്താല് ദൈവം ഒന്ന് മുമ്പിൽ നിന്ന് ഇവരെ രക്ഷപ്പെടുത്തണ്ടേ. അപ്പൊ ദൈവമുള്ള കാര്യം ഇവർ പറയുന്നതെല്ലാം നുണയാണ്, അതിലൊന്നുമില്ല, പക്ഷെ വേറെ എന്തോ പവർ ഉണ്ട് എന്നുള്ള ഒരു ഇതാണ് മൂപ്പരെ ചെറിയ വയസ്സിലെ നടന്ന എക്സ്പീരിയൻസ് കൊണ്ട് ഗോഡ് കോൺസെപ്റ്റ് ബിൽഡബ്ല്യൂവിന് ഉള്ളിൽ വരാൻ പറ്റിയില്ല. അതുകൊണ്ട് അവർക്ക് ആക്സ്ഫോർഡ് ഗ്രൂപ്പ് പോയിട്ടും മൂപ്പർക്ക് ഇങ്ങനെ ഈ കുടി നിർത്താൻ പറ്റിയില്ല. ലാസ്റ്റില് കടൈശില് ഒരു ദിവസം മൂപ്പര് മരിക്കാൻ കിടക്കാണ്. ഡോക്ടർ പറഞ്ഞു ഇതിന് ശേഷം നീ ഉണ്ടാവില്ല, ഫോർത്ത് ട്രീറ്റ്മെന്റ് ആയിരിക്കും. അപ്പോ ഇതിന് ശേഷം കുടിച്ചു കഴിഞ്ഞാൽ യു വിൽ ഡൈ. ഒരു 2 ദിവസം ഉണ്ടാവും. കുടിച്ചു കഴിഞ്ഞല്ല, ഇത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് അത് ഒരു വൈഫിനൊക്കെ മെസ്സേജ് ചെയ്ത് പറയുന്ന ആൾക്കാർ നിങ്ങളെ സ്വന്തക്കാർക്കൊക്കെ പറഞ്ഞോളി, ബിൽഡബ്ല്യൂ ഇനി ഉണ്ടാവില്ല, മാക്സിമം 2-3 ഡേയ്സ് ഉണ്ടാവും, അതിന് മൂപ്പര് പിന്നെ മരിച്ചു കളയും എന്നുള്ള സിൽക്ക് വർത്ത് പറയാണ്. അത് ഡോക്ടറിനും അറിയില്ല, ബിൽഡബ്ല്യൂ അറിയാം. ആ കണ്ടീഷനിലാണ് ബിൽഡബ്ല്യൂ ദൈവം എന്നൊരാളുണ്ടെങ്കിൽ എന്നെ രക്ഷപ്പെടുത്തി എന്നുള്ള പ്രയർ കൂടെ ചോദിക്കുമ്പോൾ ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് അവേക്കനിങ് രണ്ടും ഒന്നിച്ച് വന്നു മൂപ്പർക്ക്. അന്ന് ശേഷം മൂപ്പർ കുടിച്ചിട്ടില്ല. യെസ്, ഓക്കെ. പിന്നെ ഒരു ബലമായ ഈ സംഭവങ്ങൾ മൂപ്പര് ബാക്കിയുള്ള ഈ അക്കോർഡിംഗ് ടു ആക്സ്ഫോർഡ് ഗ്രൂപ്പ് കുടി നിർത്തി. അവര് അതിനുശേഷം ബിൽഡബ്ല്യൂ കുടിച്ചിട്ടില്ല, കുടിക്കാൻ തോന്നിയില്ല. അതാണ് സംഭവം. കാരണം ഇത് ഫ്രീഡം ആയി പോയി. ദേ ഗോട്ട് ഫ്രീഡം ഫ്രം ആൽക്കഹോൾ നോട്ട്. അപ്പോൾ അതിന് പിന്നെ കുടിക്കാൻ തോന്നിയില്ല ബിൽഡബ്ല്യൂ. പിന്നെയാണ് ഒരു ദിവസം ഒരു ഹോട്ടലിൽ വലിയൊരു ബിസിനസ്സിന് പോകുമ്പോൾ അവിടെ നടക്കുന്നത്. അപ്പോ കുടിക്കാൻ തോന്നുമ്പോൾ ഇവരെ ഒരു സംഭവം ഓർമ്മ വരും. എന്ത് ഓർമ്മ വരും? 6 മാസം ഭയങ്കരമായിട്ട് എല്ലാവരുടെ അടുത്തും ബാറിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ആൾക്കാർ വിളിച്ചിട്ട് ഒരാളും കൂടെ ഇവർ പറഞ്ഞത് കേട്ടിട്ടില്ല. അപ്പൊ ബിൽഡബ്ല്യൂ ഒരു ദിവസം ടെൻഷനായിട്ട് അവര് വൈഫിനടുത്ത് സംസാരിക്കുമ്പോൾ വൈഫ് പറഞ്ഞു, ആരും വന്നിട്ടില്ലല്ലോ, ഓക്കെ ആരും വരണ്ട, നീ പറഞ്ഞ പോലെ ആരും വരണ്ട, ഗ്രൂപ്പിലേക്ക് മീറ്റിംഗ് ആരും വരണ്ട, പക്ഷെ നീ 6 മാസമായിട്ട് കുടിച്ചിട്ടില്ല, നിനക്ക് ഓർമ്മയില്ലേ എന്നുള്ള ഒരു മെസ്സേജ് കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അവർ കുടിക്കണം എന്ന് തോന്നുമ്പോൾ ഇനി ഒരു സഫറിങ് ആൽക്കഹോളിക്കിനെ കണ്ടെത്തുന്നത് ബിൽഡബ്ല്യൂ. ഇതെല്ലാം വെറുതെ അല്ല, ഇതെല്ലാം കംപ്ലീറ്റ് നോളജ് കൊണ്ടാണ് കണ്ടെത്തുന്നത്. അപ്പോഴാണ് ഡോക്ടർ ബോബിനെ കിട്ടുന്നത്. യെസ്,
അതിലൊരു ലൈൻ ഉണ്ട് ഡോക്ടർ ബോബിനെ പറ്റി എഴുതുമ്പോൾ, ഡോക്ടർ ബോബ് വാസ് വെൽ ഇൻ സ്പിരിച്വാലിറ്റി. അവർ ஆன்மீகத்தை பின்பற்றி கொண்டிருந்தார். தமிழுள்ளது இசி ஆன்மீகத்தை பின்பற்றி கொண்டிருந்தார், ஆனால் കുടിയെ നിർത്തവിல்லை. അപ്പൊ സ്പിരിച്വാലിറ്റി ഫോളോ ചെയ്യുമ്പോൾ സ്പിരിച്വാലിറ്റിയിൽ ഇതിന്റെ മരുന്ന്. അപ്പൊ ഡോക്ടർ ബോബ് സ്പിരിച്വാലിറ്റിയിലായിരുന്നു, എവരിഡേ ചർച്ചിൽ പോകുന്ന ആളായിരുന്നു, പക്ഷെ കുടി നിർത്തിയിട്ടില്ലല്ലോ. മെസ്സേജ് പറഞ്ഞു, ബിൽ ഡബ്ല്യു പറഞ്ഞു, പക്ഷെ കുടി നിർത്തിയിട്ട് പറ്റില്ല. മൂപ്പര് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ആ ഡോക്ടർ ബോബിന് ഈ 8th and 9th പറ്റുന്നില്ല, ചെയ്യാൻ പറ്റുന്നില്ല. അതായത് അവര് പോയിട്ട് പുറത്ത് പോയിട്ട് എല്ലാവരുടെ അടുത്തും ക്ഷമ ചോദിച്ച് ആ പ്രായച്ചിത്തം പറഞ്ഞാൽ, ഞാനൊരു വലിയ ഡോക്ടറാണ്, ഈ എല്ലാവർക്കും അറിഞ്ഞു പോകും, അപ്പൊ എന്റെ വാല്യൂ പോയി കളയും, അതുകൊണ്ട് ഞാൻ അത് ചെയ്യില്ല എന്ന് പറഞ്ഞു. അത് ചെയ്യാതെ ബാക്കിയുള്ളതൊക്കെ മൂപ്പര് കാരണം ഫോളോ ചെയ്തിരുന്നു. അപ്പോഴാണ് ഡോക്ടർ സിൽക്ക് വർത്തിന്റെ ഒരു പ്രിസ്ക്രിപ്ഷൻ, അതായത് അബൌട്ട് തമിഴ് ബുക്കിൽ എഴുതിയിട്ടുണ്ട്, ഡോക്ടർ സിൽക്ക് വർത്ത് ഹെൽപ്ഡ്, പ്രിസ്ക്രിപ്ഷൻ കൊണ്ടുപോയി ഡോക്ടർ ബോബിനെ കൊടുത്തു. ബിൽ ഡബ്ല്യു ഈ ഫിസിക്കൽ അലർജിനെ കുറിച്ചുള്ള മെസ്സേജ് ആയിരിക്കാം ചിലപ്പോൾ അത്. ഈ ഡോക്ടർ നമുക്ക് ഈ ബിഗ് ബുക്കിലുള്ള ആ ഡോക്ടേഴ്സ് ഒപ്പീനിയൻ ആയിരിക്കാം അത്. സോ ഒരു ഡോക്ടർ പറയുമ്പോഴാണ് ആ ഡോക്ടർക്ക് മനസ്സിലാവുന്നത്. അതും പ്ലസ് അത് അറിഞ്ഞതിന് ശേഷം അവര് ഒരു ദിവസം എല്ലാവരും പ്രായച്ചിത്തം പോയി ചെയ്തിട്ട് വന്നിട്ട് അതിനുശേഷം മൂപ്പരും കുടിച്ചിട്ടില്ല. പിന്നെ ഒരു 5,000 മോർ ദാൻ 5,000 പേഷ്യന്റിന് ഫ്രീ ട്രീറ്റ്മെന്റ് ചെയ്ത് ഒരുപാട് ഏക്കുള്ള സർവീസ് ചെയ്ത് അത് മരിക്കുന്നവരെ കുടിച്ചിട്ടില്ലെന്നുള്ള സ്റ്റോറി. യെസ്. സോ ഈ സ്പിരിച്വാലിറ്റിയാണ് ഇതുവരെ. അതായത് ആൽക്കഹോളിക് കുടിക്കാതിരിക്കുകയാണെങ്കിൽ, ഒരു ആൽക്കഹോളിക് ആയി കഴിഞ്ഞാൽ അവരെന്തായിരിക്കും? ഹി ഡസ് നോട്ട് ഹാവ് വിസ്ഡം, ഫിസിക്കലി ഇറിറ്റബിൾ, റെസ്റ്റ്ലെസ്, ഡിസ്കണ്ടന്റ്, ഇത് എപ്പോഴും ഉണ്ടാവും. ക്രേവിംഗ് ഉണ്ടാവും, പുറത്തൊക്കെ ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും. ഇത് നിർത്താൻ നമ്മളെ സ്വന്തം ഐഡിയയിലോ വേറെ ലോകത്തിൽ എന്ത് മനിത ശക്തി ആയാലും തമിഴിൽ പറഞ്ഞ പോലെ എന്തോ ഒരു നമ്മൾ എന്നെ പോലെയുള്ള ഒരു ആരെ കൊണ്ടും ഒരു മനുഷ്യനെ കൊണ്ട് ഇത് ഇനി ഒരാളെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിന്റെ റീപ്ലേസ് ചെയ്യുന്ന പൊരുൾ, അതായത് ആ സാധനം, കുടിയെ മാറ്റി നിർത്താൻ നമുക്ക് വേണ്ട ഒരു സാധനം സ്പിരിച്വാലിറ്റിയാണ് എന്ന് ഓൾറെഡി ഡിസ്കവേർഡ്, കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വേറെ ആരെ കൊണ്ടും ഇത് മാറ്റി നിർത്താൻ പറ്റില്ല. സോ കുടി പ്രശ്നം അറിഞ്ഞു, പക്ഷെ അതിന് ട്രീറ്റ്മെന്റ് വരികയാണെങ്കിൽ ഓൺലി സ്പിരിച്വാലിറ്റി ഉള്ളിൽ കയറണം. എങ്ങനെ കയറും? സോ സ്പിരിച്വാലിറ്റി എവിടെ ഉണ്ട്? സ്പിരിച്വാലിറ്റി എങ്ങനെ കിട്ടും? ഈ മരുന്ന് ആരടുത്തുള്ളത്? അപ്പൊ സ്പിരിച്വാലിറ്റി നമുക്കൊരു മെഡിസിൻ കിട്ടുകയാണെങ്കിൽ മെഡിക്കൽ ഷോപ്പിലേക്ക് പോകാം, ഒരു ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഹോട്ടലിലേക്ക് പോകണം, അതുപോലെ ഒരു സിനിമ കാണണമെങ്കിൽ തിയേറ്ററിലേക്ക് പോകണം. ഇതുപോലെ സ്പിരിച്വാലിറ്റി എവിടെ ഉണ്ട് എന്ന് ചോദിച്ചാൽ, ദാറ്റ് ഈസ് വിത്ത് ഹയർ പവർ. ദൈവത്തിനടുത്താണ് അത് ഉള്ളത്, സ്പിരിച്വാലിറ്റി. അതാണ് എൻ്റെ മരുന്ന്. സോ എനിക്ക് വേറെ വഴിയില്ല. ഇപ്പോ ഇതാണ് നല്ല ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം, ദൈവത്തിനടുത്ത് ഉള്ളത്. അപ്പൊ ദൈവത്തിനടുത്ത് പോയി കഴിഞ്ഞാൽ സ്പിരിച്വാലിറ്റി കിട്ടുമോ? കിട്ടും, ഷുവറായിട്ട്. പക്ഷെ എങ്ങനെ കണക്ട് ആകും? അവിടെ ഭയങ്കര ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. എന്താ ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറഞ്ഞാൽ, ആൽക്കഹോളിക്സ് ആർ അഗ്നോസ്റ്റിക്സ്. ഒരു ചാപ്റ്റർ ഉണ്ട്. വൈകി വന്ന ഉടനെ എന്നെ ദൈവം പ്രാർത്ഥിച്ചു, ഞാൻ പ്രാർത്ഥന ചെയ്ത ഉടനെ ദൈവത്തിനെ കേട്ടു എന്ന് പറഞ്ഞാൽ അത് വന്ന് നടക്കില്ല. കാരണം വി ആർ അഗ്നോസ്റ്റിക്സ്. വി ആർ അഗ്നോസ്റ്റിക്സ്. ഞാൻ ഒരു മദ്യപാനിയാണ്, ഐ എം എൻ ആൽക്കഹോളിക് എന്ന് ഞാൻ കൈ പൊക്കി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ. ഹി ഈസ് എ അഗ്നോസ്റ്റിക്. ഒരു അഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ് പറഞ്ഞാൽ, ഹി ഈസ് ഡിഫറെന്റ്. അതായത് അവര് അഗ്നോസ്റ്റിക്, ഒരു ആൽക്കഹോളിക് ഈസ് നോട്ട് കണക്റ്റഡ് വിത്ത് ഗോഡ്. ഒരു ആൽക്കഹോളിക്കിനോട് ഇപ്പൊ നമുക്ക് സബ്ജക്റ്റിൽ ഒരു 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 എക്സാം എഴുതുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആ ക്വസ്റ്റ്യന് ആ ലെസണിൽ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടോ അതായിരിക്കണം ആൻസർ, എന്നാലേ മാർക്ക് കിട്ടുള്ളൂ. അതുപോലെ ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരു ആൽക്കഹോളിക്കിനോട് ഹൂ ഈസ് ഗോഡ് എന്ന് പറഞ്ഞാൽ
അവർക്ക് ഗോഡിനെ കുറിച്ചുള്ള ഏതൊരു എക്സ്പ്ലനേഷൻ എഴുതാൻ പറ്റില്ല. ബിക്കോസ് ഹി ഡസ് നോട്ട് നോ ഹൂ ഈസ് ഗാഡ്, വാട്ട് ഈസ് പവർ. ദൈവം എന്ന് പറഞ്ഞത് എന്താണ് എന്ന് അറിയില്ല. എല്ലാവരും ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ ഹി ഡസ് നോട്ട് നോ, കാരണം കണക്ഷൻ ഇല്ല. ബിക്കോസ് ഹീസ് സാനിറ്റി പേഴ്സൺ, ഇൻസാനിറ്റി പേഴ്സൺ ആണ്. ആ കണക്ഷൻ, ദൈവത്തിനുള്ള കണക്ഷൻ ഇൻസാനിറ്റി പേഴ്സൺ ആയതുകൊണ്ട് ഡീവിയേറ്റ് ആയിപ്പോയി, വേറെ എവിടെയോ പോയി. നോ കണക്ഷൻ വിത്ത് ഗോഡ്. ഒരു കണക്ഷൻ ഇല്ലാത്ത ഒരു ഗാഡിനോട് ഞാൻ അതിന് കണക്ഷൻ ആകാതെ, ഈ തേർഡ് സ്റ്റെപ്പ് ചെയ്യാതെ, ആകാതെ ഞാൻ എങ്ങനെ പ്രാർത്ഥിച്ചാൽ നടക്കും? നോ. അതുകൊണ്ടാണ് എത്ര വർഷങ്ങളായിട്ടും ക്ലാരിറ്റി വരാത്തത്. ഒരുപാട് ക്ലാരിറ്റി കിട്ടണം. ഈ ക്ലാരിറ്റി വരാത്ത കാരണം നോട്ട് കണക്റ്റഡ് വിത്ത് ഐഡന്റിഫൈ ചെയ്യണം. തേർഡ് സ്റ്റെപ്പിൽ പറഞ്ഞിട്ടുണ്ട്, ഈ അഗ്നോസ്റ്റിക്കിൽ പറഞ്ഞിട്ടുണ്ട്, വി ഹാവ് ടു ഫൈൻഡ് ദ പവർ, അതായത് ദൈവത്തിനെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അത് സ്പോൺസറിന്റെ കടമയാണ്. കാരണം വി ആർ അഗ്നോസ്റ്റിക്. ഒരു ആൽക്കഹോളിക്കിനെ ദൈവത്തിനോട് കണക്ട് ചെയ്യാൻ, ആ ഹയർ പവറിനോട് കണക്ട് ചെയ്യുന്നത് ഒരു സ്പോൺസറിന്റെ ഏറ്റവും വലിയ കടമയാണ്. കാരണം ദാറ്റ് മെഡിസിൻ, ആ സ്പിരിച്വാലിറ്റി എന്നുള്ള മെഡിസിൻ ആ ദൈവത്തിനോട് കിട്ടിയാൽ മാത്രമേ ഇവർക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻസാനിറ്റി റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻസാനിറ്റി റിമൂവ് ആകുകയാണെങ്കിൽ സ്പിരിച്വാലിറ്റി ഉള്ളിൽ വരണം. അപ്പൊ സ്പിരിച്വാലിറ്റി ആരെടുത്ത് വരും? ഹയർ പവറിന്റെ അടുത്ത്. അപ്പൊ ഹയർ പവറിനും ആൽക്കഹോളിക്കിനും കണക്ഷൻ ഇല്ലല്ലോ. വായുണ്ട്, ഞാൻ പറയാം, എനിക്ക് ഞാൻ ദൈവമേ എന്നെ കാത്തുരക്ഷിക്കൂ, ഞാൻ ശരണം വിളിക്കാം, ദൈവത്തിനോട് പ്രാർത്ഥിക്കാം, എന്ത് വേണേ ചെയ്യാം. അത് വെറും വായിലായിരിക്കും, നോട്ട് കണക്റ്റഡ് വിത്ത് ഗോഡ്. ഇത് ശ്രദ്ധിക്കണം. ഒരു ആൽക്കഹോളിക്കിന്റെ പ്രശ്നം എന്താ? ഹി ഡസ് നോട്ട് ഹാവ് വിഷ്ടമില്ല. ഫിസിക്കലി പ്രശ്നമാണ്, മെന്റലി പ്രശ്നമാണ്, നോളജ് ഇല്ല. ആ സൂക്കേടിന് മരുന്ന് കഴിക്കണം, പക്ഷെ മരുന്ന് മേടിക്കാൻ ആളെ അറിയില്ല, ആരെടുത്ത് പോയി മേടിക്കണം എന്നറിയില്ല. ദാറ്റ് ഈസ് ഓൾഡ് ഐഡിയാസ് ഫോളോ ചെയ്തുകൊണ്ട്, ഓൾഡ് ഐഡിയ ഫോളോ ചെയ്തുകൊണ്ട് മരുന്ന് ഇനി മേടിക്കാതെ, അത് കഴിക്കാതെ, സ്റ്റിൽ ഇനി ഇൻസാനിറ്റി. കുടിച്ചിട്ടില്ല എന്നേ ഉള്ളൂ, പക്ഷെ സാനിറ്റി റീസ്റ്റോർ ആയിട്ടില്ല. സോ ഇതാണ് 10 വർഷം കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റെപ്സ് ചെയ്യുമ്പോൾ ഏതോ ഒരു സുപ്രഭാതത്തിൽ ആഫ്റ്റർ 1 ഇയർ ഇനി ഒരാൾക്ക് സ്റ്റെപ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് എങ്ങനെ വന്ന് ഞാൻ കണ്ടുപിടിച്ചു എനിക്കറിയില്ല. സോ 6th സ്റ്റെപ്പ് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ചെയ്തു. അതായത് കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് എൻ്റെ ഇൻസാനിറ്റി റിമൂവ് ആയിട്ട് സാനിറ്റി റീസ്റ്റോർ ആയത്. അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത്, ഇത് സാനിറ്റി റീസ്റ്റോർ ആകുമ്പോഴാണ് എൻ്റെ ക്ലാരിറ്റി വന്നത്. അതിനുശേഷം ഞാൻ കൺഫ്യൂസ് ആയിട്ടില്ല. എനിക്ക് പക്ക സാറ്റിസ്ഫാക്ഷൻ, ലൈഫ് ക്ലാരിറ്റി. എനിക്ക് ഡൗട്ട്, എനിക്ക് ഇത് ചെയ്യണോ വേണ്ടേ, എന്താണ് ലൈഫ്, ഞാൻ എന്ത് ചെയ്യണം, വാട്ട് ഈസ് റൈറ്റ്, വാട്ട് ഈസ് റോങ്. ഡോക്ടേഴ്സ് ഒപ്പീനിയനിൽ സിൽക്കോർ എഴുതിയിട്ടുണ്ട്, ആഫ്റ്റർ പീരിയഡ് they are not able to identify the fault from the true from the false. எது சரி எது தப்பு என்று தெரியாமல் போய்விட்டது தமிழ் புக்கில். ஆஃப்டர் a period they are not able to find the true from the false. ഒരു തെറ്റ് ചെയ്തിട്ട് ഇതിൽ എന്താണ് ശരി എന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്കാണ് ഒരു ആൽക്കഹോളിക്ക് പോകുന്നത്. അത് അറിയില്ല, പ്ലസ് വിഷ്ടമില്ല, പ്ലസ് ഇറിറ്റബിൾ, റെസ്റ്റ്ലെസ്, ഡിസ്കണ്ടന്റ്. പിന്നെ മരുന്ന് കഴിക്കണം, സ്പിരിച്വാലിറ്റി വേണം. എനിക്ക് എന്നെ വന്ന് സ്പിരിച്വാലിറ്റിയിലേക്ക് ഞാൻ കൊണ്ടുവരണം. അപ്പൊ സ്പിരിച്വാലിറ്റി വരികയാണെങ്കിൽ ഐ ഹാവ് ടു ഫൈൻഡ് ഗാഡ്. എനിക്ക് കണക്ഷൻ ഇല്ല, എങ്ങനെ ഞാൻ സ്പിരിച്വാലിറ്റി എടുത്തിട്ട് വരും? എങ്ങനെ എനിക്ക് 12th സ്റ്റെപ്പിൽ എങ്ങനെ ആ 12th സ്റ്റെപ്പ് ഞാൻ 12ാമത്തെ പടിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ത്രൂ ദിസ് സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഇത് എന്ത് നടന്നു, ഇത് ഞാൻ ഇനി ഒരാൾക്ക് കൊടുക്കാൻ ട്രൈ ചെയ്തു. ആഫ്റ്റർ ദ സ്പിരിച്വൽ അവേക്കനിങ്. ആ സ്പിരിച്വൽ അവേക്കനിങ് എങ്ങനെ വരും എന്ന് പറഞ്ഞാൽ 3rd സ്റ്റെപ്പ് ക്ലിയർ ആയിട്ട് ചെയ്യണം. 3rd സ്റ്റെപ്പ് ചെയ്താൽ എത്ര ദൈവത്തിനോട് നമ്മൾ അറിഞ്ഞാലും, എത്ര അമ്പലത്തിൽ പോയാലും, എത്ര സ്ഥലത്ത് പോയാലും, we have to find the power, we have to find the God. ഗോഡിനെ
കണ്ടുപിടിക്കണം. ഗാഡ് കണ്ടുപിടിച്ചിട്ട് ആ ഗാഡിനോട് ഐ ഹാവ് ടു കണക്ട് ആയിട്ട് അതിനുശേഷമാണ് പ്രാക്ടീസ്. സോ അതുവരെ എനിക്ക് ലേണിംഗ് പ്രോസസ്, അതിനുശേഷം പ്രാക്ടീസ്. പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ, ഒരു ഓട്ടപ്പന്തയത്തിൽ ഒരു മനുഷ്യൻ ഒരു ഓട്ടപ്പന്തയത്തിൽ ഞാൻ ഓടുകയാണെങ്കിൽ ഫസ്റ്റ് ദിവസം ഞാൻ ഓടുമ്പോൾ എനിക്ക് മസിൽസ് പ്രശ്നം ഉണ്ടാവും, ഓടാൻ സ്പീഡ് ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ഒരുപാട് ദിവസങ്ങൾ ഓടി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഒരു ലെവലിലേക്ക് എത്തും. അതിനുശേഷം ആ മിനിറ്റിനുള്ളിൽ എനിക്ക് ഓടാനുള്ള ഒരു പവർ എനിക്ക് വരും. സോ ത്രൂ പ്രാക്ടീസ്. ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ വൺ ഡേ, ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഇൻസാനിറ്റി റിമൂവ് ആവും. റിമൂവ് ആയി കഴിഞ്ഞാൽ സാനിറ്റി റീസ്റ്റോർ ആവും. സാനിറ്റി റീസ്റ്റോർ ആയി കഴിഞ്ഞാൽ സ്പിരിച്വാലിറ്റി ഉള്ളിൽ കയറി. പിന്നെ നമുക്ക് വാട്ട് ഈസ് റൈറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ള ഒരു സംഭവങ്ങൾ വന്ന് നമുക്ക് സ്വയം ഐഡന്റിഫൈ ചെയ്തുകൊണ്ടേയിരിക്കും. അതിന് ഞാനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് എവിടെ നിന്നാണ് ഐഡന്റിഫൈ ചെയ്യണത് എനിക്കറിയില്ല. ബട്ട് വി വിൽ ഫൈൻഡ് വാട്ട് ഈസ് റൈറ്റ്, വാട്ട് ഈസ് റോങ്. വി വിൽ ഹാവ് ദ ക്ലാരിറ്റി. ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടാവും. സോ ഇത് ആകാണ്ട് ഒരു ആൽക്കഹോളിക്കിന് ഒരു നല്ല ജീവിതം കിട്ടില്ല. തമിഴ് ബുക്ക് എഴുതിയിട്ടുണ്ട്, ഇതേ അതിന് സ്പിരിച്വാലിറ്റി വന്നിട്ടില്ലെങ്കിൽ ഒരു എതനുടമാവത് മുട്ടി മോദിക്കൊണ്ടിരുപ്പാർ എന്ന് പറയും. കുറിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ ഒരു കൺഫ്യൂഷൻ ലൈഫിലായിരിക്കും പോയിക്കൊണ്ടിരിക്കും. ക്ലാരിറ്റി ഉണ്ടാവില്ല. സോ ഞാൻ ഷെയറിങ് കേട്ടത് ആഫ്റ്റർ സ്റ്റെപ്പ്, ബിഫോർ സ്റ്റെപ്പ് അല്ല ഞാൻ ഷെയറിങ് കേട്ടത്. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ സത്യസന്ധനായിരിക്കണം, ഞാൻ നുണ പറയാൻ പാടില്ല, ഞാൻ കൃത്യമായിട്ട് 10 മണിക്ക് പഞ്ച്വാലിറ്റി കീപ്പ് ചെയ്യണം, ഞാൻ സ്നേഹിക്കണം, ഞാൻ ഭയങ്കര കാമായിരിക്കണം, ഞാൻ ഇതുപോലെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ള ഷെയറിങ് ആണ് ഞാൻ കേട്ടിരുന്നത്. ഓക്കെ, ഇറ്റ് മേ ബി പ്രാക്ടിക്കൽ ചെയ്യുമായിരിക്കും. പക്ഷേ വാട്ട് ഈസ് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ, സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് റിമൂവിങ്, നമ്മൾ ഇൻസാനിറ്റിനെ 5ാമത്തെ സ്റ്റെപ്പ് ചെയ്തിട്ട് അതിൽ കിട്ടുന്ന ഇൻസാനിറ്റി ബിഹേവിയർ, ക്യാരക്ടർ ഡിഫക്റ്റ് 6ാമത്തെ സ്റ്റെപ്പിൽ കംപ്ലീറ്റ് ആയിട്ട് എപ്പോ നമ്മളെ വിട്ട് അത് കംപ്ലീറ്റ് റിമൂവ് പോകുമോ അതുവരെ വിടാൻ പാടില്ല. അത് വിട്ടാൽ അത് കംപ്ലീറ്റ് ആയതിനു ശേഷമേ സ്പിരിച്വാലിറ്റി വരും. ആ സ്പിരിച്വാലിറ്റി വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് നോർമലിലേക്ക് എത്തും. എങ്ങനെ എത്തി പറഞ്ഞാൽ, നമ്മൾ കുടിച്ച് ഒരു ക്രോണിക് ആൽക്കഹോളിക് ആകുന്നതിന് മുമ്പിൽ നമ്മൾ എങ്ങനെ ആയിരുന്നോ ആ സ്ഥലത്തേക്ക് എത്തും. സെക്കൻഡ് സ്റ്റെപ്പ് എന്താ പറയുന്നത്? റീസ്റ്റോർ ആസ് ടു സാനിറ്റി. റീസ്റ്റോർ എന്ന് പറഞ്ഞാൽ ആൾറെഡി നമ്മളടുത്ത് ഉണ്ടായിരുന്ന സാനിറ്റി ഇപ്പോ റീസ്റ്റോർ ആയി. അതായത് 7ാം ചാപ്റ്ററിൽ ഹൗ ഇറ്റ് വർക്ക്സ് എന്ന് എഴുതിയിട്ടുണ്ട്. അറ്റ് ദിസ് ടൈം ദ സാനിറ്റി ഈസ് റിട്ടേൺഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു ലൈൻ ഉണ്ട് ബിഗ് ബുക്കിൽ. സോ ഔട്ട് ഓഫ് ബിഗ് ബുക്ക് ഞാനൊന്നും പറയില്ല. ഔട്ട് ഓഫ് ബിഗ് ബുക്ക് മാത്രമല്ല, എന്റെ ഒപ്പീനിയൻ ആയിട്ടൊന്നുമില്ല. എനിക്ക് ഏത് ശരി, ഏതാണ് കറക്റ്റ്, ഇതൊന്ന് കറക്റ്റായിട്ട് പറയണം. ഇത് ആപ്പിൾ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ആപ്പിൾ. ഓറഞ്ച് എടുത്തിട്ട് എന്നെ സംബന്ധിച്ചോളം ഇതാണ് ആപ്പിൾ എന്ന് ഞാൻ പറയാൻ പാടില്ല. ഇതാണ് നമ്മളെ ഷെയറിങ് നടന്നുകൊണ്ടിരിക്കേണ്ടത്. സോ എന്താണ് ക്ലിയാരിറ്റി, ഏതാണ് സബ്ജക്റ്റ്, എന്താണ് സംഭവം എന്നുള്ളത് ക്ലാരിറ്റിയോട് സംസാരിക്കണം. അതുകൊണ്ട് അതില്ലാത്തതുകൊണ്ടാണ്, വിസ്ഡം ഇല്ലാത്തതുകൊണ്ടാണ്, നമുക്ക് നോളജ് ഇല്ലാത്തതുകൊണ്ടാണ് ആൽക്കഹോളിക് എന്ന് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒപ്പീനിയൻ പറയുന്നത്. ഒപ്പീനിയൻ പറഞ്ഞാൽ വാട്ട് ഈസ് റൈറ്റ്, വാട്ട് ഈസ് റോങ് എന്ന് ആരെങ്കിലും ചോദിച്ചാലും കൂടെ എസ്കേപ്പ് ആകാം. ഞാൻ എന്റെ ഒപ്പീനിയനാണ് പറഞ്ഞതെന്ന് എസ്കേപ്പ് ആകാം. പക്ഷെ ആൽക്കഹോളിക് നല്ലൊരു ജീവിതം ജീവിക്കുകയാണെങ്കിൽ ആദ്യം ഹി ഹാസ് ടു ഗോ അവേ ഫ്രം ദ ഒപ്പീനിയൻ. സത്യം പറയാൻ തുടങ്ങണം. സത്യം മീൻസ് ഈ ജീവിതത്തിൽ നുണ പറയുന്നതല്ല. ഒരു ക്ലാരിറ്റി, ഒരു ഫാക്ട്, ഒരു സബ്ജക്ട് എന്ന് വെച്ചാൽ വാട്ട് ഈസ് ഇറ്റ്, അതെന്താണ്, അത് മാറ്റി പറയാൻ പാടില്ല. എന്നെ സംബന്ധിച്ചോളം ഇങ്ങനെയാണ് എന്നുള്ള സബ്ജക്റ്റേ ആൽക്കഹോളിക്കിന് വരാൻ പാടില്ല. വന്നാൽ സാനിറ്റി ഈ സ്ഥലത്തേക്ക് എത്തൂല. ഇതാണ് പ്രശ്നം. കാരണം വിസ്ഡം ഇല്ല. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആൽക്കഹോളിക്സിന്. സോ ഇതിനെല്ലാം കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്ന കംപ്ലീറ്റ് സൊല്യൂഷൻ ആണ് സ്പിരിച്വാലിറ്റി.
ഈ നോർമലിലേക്ക് വരുന്നത്. ഓക്കെ, സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന പോലെ സ്പിരിച്വാലിറ്റി ആ നമ്മളുടെ ഉള്ളിൽ വരും. വി വിൽ ഹാവ് ദ സ്പിരിച്വാലിറ്റി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഞാൻ കയറി അങ്ങനെ വലിയ ഒരു എയർപ്ലെയിൻ എടുത്ത് ഫ്ലൈറ്റ് ഓടിക്കാൻ പറ്റുമോ? സോ ആ ലെവലിലേക്ക് ഞാൻ പറഞ്ഞതല്ല. സ്പിരിച്വാലിറ്റി ഒരു വലിയ ഒരു സാധനമായിട്ട് കാണാൻ പാടില്ല, ഒരു നോർമൽ പേഴ്സണാലിറ്റി ആയിട്ട് കാണണം. അതുകൊണ്ടാണ് അതിന്റെ പുറകെ ആൾക്കാർ ഓടാത്തത്. വി ആർ നോട്ട് ഓൺലി ഗ്രോയിങ്. സ്പിരിച്വാലിറ്റി അടയണം, അത് നമ്മൾ വി ഹാവ് ടു റീച്ച് ഇറ്റ് ബൈ പ്രാക്ടീസ്. കാരണം പ്രാക്ടീസ് പറഞ്ഞാൽ അതിനൊന്നും ചെയ്യണ്ട, ഇൻസാനിറ്റിനെ റിമൂവ് ചെയ്യാനുള്ള അത് പ്രാക്ടീസ് കണ്ടിന്യൂസ് ചെയ്ത് അത് നമ്മൾ വിട്ടു പോയി കഴിഞ്ഞാൽ ഈ സ്പിരിച്വാലിറ്റി എന്ന സംഭവം ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റാൾ ആവും. അതിനെ നമ്മൾ തേടി പോണ്ട. കാരണം ആരാ ചെയ്യുന്നത്? ദാറ്റ് ഈസ് ഹയർ പവർ. നമ്മൾ കണ്ടുപിടിച്ചു, ദൈവത്തിനെ കണ്ടുപിടിച്ചു, ഒരു പവറിനെ കണ്ടുപിടിച്ചു. പവറിനെ എന്റെ ഇഷ്ടത്തിന് കണ്ടുപിടിക്കുന്നതല്ല. there is a പവർ, ഈ ലോകത്തിൽ ഒരു പവർ ഉണ്ട്. ആ പവറിനെ കണ്ടുപിടിക്കണം. എന്റെ പവർ, എനിക്കുള്ള പവർ, ഞാൻ ഇതിനെ പവർ എടുത്തോളാം, അതിനെ പവർ എടുത്തോളാം എന്ന് അങ്ങനെയല്ല. അത് ശരിക്കുള്ള പവർ വി ഹാവ് ടു ഐഡന്റിഫൈ. ആ പവറിനെ കണ്ടുപിടിക്കണം. ആ പവറിനെ കണ്ടുപിടിക്കാൻ ഒരു സ്പോൺസർ ഹെൽപ്പ് ചെയ്യണം. അപ്പോ ആ സ്പോൺസർ ഷുഡ് നോ വാട്ട് ഈസ് പവർ. ഒരു സത്യമുള്ള ഒരു വലിയ പവർ എന്താണെന്ന് അറിയണം. കാരണം ആൾക്കാർക്ക് അറിയില്ല, നീക്കുമാറിന് അറിയില്ലല്ലോ, അറിയണം. സോ എന്തിനു വേണ്ടി കണ്ടുപിടിക്കണം പറഞ്ഞാൽ ഹി ഓൺലി റിമൂവ് ദ ഇൻസാനിറ്റി. അതിനു വേണ്ടി. കാരണം ഇവന്റെ ഡിസീസ് അതല്ലേ, ഒരു ആൽക്കഹോളിക്കിന്റെ ഡിസീസ് ഇൻസാനിറ്റി അതല്ലേ. സാനിറ്റി പോയല്ലോ കുടിച്ച്. അപ്പൊ ഫിസിക്കലി മെന്റലി ഹി ഷുഡ് ബിക്കം നോർമൽ. ഇതെല്ലാം ശരിയായി കഴിഞ്ഞാൽ ഇതാണ് ഒരു നോർമൽ പേഴ്സണിലേക്ക് എത്തുന്നത്. അതിനുശേഷമാണ് അവർ ജീവിതത്തിലുള്ള ഗോൾ സെറ്റിങ്സ്, ലൈഫിൽ ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ കടമകൾ എന്താ, ഞാൻ എന്ത് ബിഹേവിയറിൽ എന്ത് ചെയ്യണം എന്നുള്ള കംപ്ലീറ്റ് 5th സ്റ്റെപ്പ് തന്നെ എല്ലാവരും കൊടുക്കും. ഒരു ടാർഗറ്റ്, ശരിക്കുള്ള ഞാൻ എന്താണ്, എന്ത് ചെയ്തിരിക്കണം, ശരിക്കുള്ള ആഗ്രഹം എന്താണ്, അതൊക്കെ ടാർഗറ്റ്. 5ാമത്തെ ഒരു ഗോൾ സെറ്റിംഗ് ഉണ്ടാവും. ആ ഗോൾ സെറ്റിങ്ങിനെ നമ്മൾ അതിന്റെ പുറകെ നമ്മൾ പോകുമ്പോൾ പ്രാക്ടീസ് ചെയ്യും. എന്ത് പ്രാക്ടീസ് ചെയ്യും? ഈ ഇൻസാനിറ്റി ബിഹേവിയർ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചെക്കിങ് നടക്കും എവറിഡേ. ഉണ്ടെങ്കിൽ അത് പോകുന്നവരെ പ്രാക്ടീസ് നടക്കും. സോ ഇപ്പോൾ നമ്മുടെ ഫിസിക്കൽ മെന്റലിയുള്ള ഈ ഇൻസാനിറ്റി പോയി സ്പിരിച്വാലിറ്റി സാനിറ്റി ഉള്ളിലേക്ക് എത്തിയുമ്പോൾ വി ബിക്കം നോർമൽ. ഓക്കെ, ഇൻസൈഡ് ഫിസിക്കലി മെന്റലി നോർമലായി. പിന്നെ അടുത്തുള്ള പ്രശ്നം, ആദ്യം ഈ കുടിച്ച കാലത്ത് നമ്മൾ ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ, പുറത്ത് ഒരുപാട് പ്രശ്നങ്ങൾ, ചിലപ്പം ഒരുപാട് ചീത്ത പറഞ്ഞിട്ടുണ്ടാകാം, പറ്റിച്ചിട്ടുണ്ടാകാം, അങ്ങനെ പുറത്തുള്ള പൈസ കൊടുക്കാനുണ്ടാകാം, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഉണ്ടെങ്കിൽ അതെല്ലാം പോയി ക്ലിയറായി പറഞ്ഞ് അതിനൊക്കെ ശരിയായി കഴിഞ്ഞാൽ ഒരു ആൽക്കഹോളിക് കംപ്ലീറ്റ്ലി ഫ്രീഡം പേഴ്സൺ. ഈ ലോകം സ്വർഗമായി മാറും. ഈ ലോകത്തിൽ യാതൊരു പ്രശ്നമില്ല. ജനിക്കുമ്പോൾ ഒരു കുട്ടി എന്ത് ഹാപ്പി ആയിരുന്നു, എങ്ങനെ പ്രശ്നമില്ലാതെ ഒരു ആയിരുന്നു, അതുപോലെ ഒരു ആളായി മാറും ഒരു ആൽക്കഹോളിക്. അതിനുശേഷം ആൽക്കഹോളിക്കിന് എന്ത് പ്രശ്നമാണ് ജീവിക്കാൻ? ഭയങ്കര ഹാപ്പി ലൈഫല്ലേ. ആര് ദേഷ്യപ്പെടാനോ, ആരെടുത്ത് ചീത്ത പറയാനോ, ആര് എന്നെ ബ്ലോക്ക് ചെയ്യാനോ എവിടെ ആൾക്കാരില്ലല്ലോ. എവറിത്തിങ് ഐ ക്ലിയർഡ്. അവിടെ എന്ത് പ്രശ്നം ഉണ്ടാവും ലോകത്തിൽ? അപ്പൊ ഈ ഭൂമി സ്വർഗഭൂമിയായി മാറുമല്ലോ. സോ ഐ ഫീലിംഗ് ഇറ്റ്. എനിക്കിപ്പോ അങ്ങനെയാണ് ജീവിതം. ഇപ്പൊ ഐ ഫീലിംഗ് വെരി മച്ച് ഹാപ്പി. ഇനി ഞാൻ ജീവിതമായിട്ട് ഞാൻ ഗൂഡല്ലൂരിൽ പ്രശ്നമായ ഒരുപാട് ആൾക്കാർക്ക് പൈസ കൊടുക്കാനുണ്ടായിരുന്നു. അവിടെ ജോലിക്ക് പോയാലും മൂലയ്ക്ക് ആൾക്കാരെ കാണും. അപ്പൊ എനിക്ക് അവിടെ ജോലിക്ക് പോകാൻ പറ്റില്ല. സ്ഥലം വിട്ട് കോയമ്പത്തൂരിലേക്ക് വന്നു. അവിടെയും പ്രശ്നമാണ്. മദ്രാസിലേക്ക് വന്നു, ഇവിടെയും പ്രശ്നമാണ്. തിരിച്ച് നാട്ടിലേക്ക് എത്തി, അവിടെയും പ്രശ്നമാണ്. ഇപ്പോ എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞു. എനിക്കിപ്പോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതേ സെയിം ഗൂഡല്ലൂരിൽ ഐ എം റൗണ്ടിങ് സൂപ്പറായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുക. പറയാനും ഭയങ്കര ഹാപ്പിയാണ്. അതേ കോയമ്പത്തൂരിൽ ഐ എം ഹാപ്പിയാണ്. ആരെടുത്തൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നോ അവരെല്ലാം ഫ്രണ്ട്സായി എന്നോട്. ചെന്നൈയിൽ ഇപ്പൊ എനിക്ക് ഈ ലോകത്തിൽ എനിക്ക് പേടിക്കാൻ ആരുമില്ല. ആലോചിച്ച് നോക്കണം. വാട്ട് എ ബ്യൂട്ടിഫുൾ ലൈഫ്. ഇതെല്ലാം ഞാൻ ചെയ്തു വെച്ചതല്ലേ നേരത്തെ. അത് ഞാൻ തന്നെ ക്ലിയർ ആക്കണം. സ്പിരിച്വാലിറ്റി ക്ലിയർ ആക്കൂല.
ഐ ഹാവ് ടു ഗോ ആൻഡ് ഡു ഇറ്റ്. ഓക്കെ, ഇത് ചെയ്തു കഴിഞ്ഞാൽ ലോകം എനിക്ക് സുന്ദരനായി, ബ്യൂട്ടിഫുൾ പ്ലേസ് ആയി, സ്വർഗമായി മാറി. ഇപ്പൊ ഞാനും നോർമലായി. എനിക്ക് ഇറിറ്റബിൾ ഇല്ല, റെസ്റ്റ്ലെസ് ഇല്ല, ഡിസ്കണ്ടന്റ് ഇല്ല, ആൽക്കഹോളിസം ഇല്ല, സാനിറ്റി ഉണ്ട്, ഇൻസാനിറ്റി ബിഹേവിയർ ഇല്ല, ക്ലാരിറ്റി ഉണ്ട്, എനിക്കൊരു ഗോൾ ഉണ്ട്, എനിക്ക് കൺഫ്യൂഷൻ ഇല്ല, ഞാൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് എനിക്കറിയാം. ഓരോന്നിനും ഞാൻ പോയി ചോദിക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം നേടി ബിക്കോസ് ഓഫ് ദ ഹയർ പവർ. ഇതാണ് ഞാൻ ഇനി ഒരു സ്റ്റെപ്സിൽ ഞാൻ കൊടുക്കേണ്ട ആള് ഇനി ഒരാൾക്ക്. സോ ഇത്രയും നോളജ് ഉണ്ട്, പവർഫുൾ നോളജ്. ഈ ഇതാണ് ശരിക്കുള്ള എ. സോ ഇത് വന്ന് കംപ്ലീറ്റ് നോളജ് അറിയാതെ ജസ്റ്റ് വന്നിട്ട് പോകുമ്പോൾ അതൊരു ഇതായിരിക്കും. ഏല് വന്ന് കുടിച്ചിട്ടില്ല, ദർസാൽ അത്രേ ഉള്ളൂ. എല്ലാവരും കുടിച്ചിട്ടില്ല, ഞാനും കുടിച്ചിട്ടില്ല. എല്ലാവരും പറയുന്നു ഞാൻ ഇന്നൊരു ദിവസം മദ്യപാനം മാറ്റിവെച്ചു. ഷെയർ ചെയ്യുമ്പോൾ എന്റെ മുമ്പിലുള്ള ഒരാൾ ഷെയർ ചെയ്തു പോയി, ഞാൻ ഇന്നൊരു ദിവസം കുടിച്ചിട്ടില്ല, ഞാൻ മദ്യപാനിയാണ് എന്ന് പറഞ്ഞു. സെയിം കോപ്പി അടിച്ചു, ഞാനും അടിച്ചു, ഇന്നൊരു ദിവസം കുടിച്ചിട്ടില്ല, ഞാനൊരു മദ്യപാനി എന്ന് പറഞ്ഞു. നോട്ട് ലൈക്ക് ദാറ്റ്. ഐ ആം റിക്കവേർഡ് ആൽക്കഹോളിക്. ഇനി ഒരു ദിവസം കൂടെ ആൽക്കഹോളിക് എന്നെ തൊടില്ല. ബിക്കോസ് കംപ്ലീറ്റ് ഫ്രീഡം ഫ്രം ആൽക്കഹോൾ, കംപ്ലീറ്റ് ഫ്രീഡം. ഇനി ആൽക്കഹോൾ എന്റെ ജീവിതത്തിൽ വരില്ല. ഷുവർ. അങ്ങനെ ഒരു തോന്നൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ, വന്നതിന് ശേഷമേ ഞാൻ റിക്കവേർഡ് ആൽക്കഹോളിക് പറഞ്ഞിട്ടുള്ളൂ. ഞാൻ കഴിഞ്ഞ 10 വർഷം ഐ വാസ് നോൺ ആൽക്കഹോളിക്. റിക്കവേർഡ് ആൽക്കഹോളിക് പറഞ്ഞില്ല. 10ാമത്തെ വർഷമാണ് ഈ സ്റ്റെപ്പ് ചെയ്തത്. അപ്പോഴും ഞാൻ ആൽക്കഹോളിക്കാണ് പറഞ്ഞത്, സംസാരിച്ചിരുന്നത്. എനിക്കറിയില്ല റിക്കവേർഡ് ആൽക്കഹോളിക് ആവുമെന്ന് എനിക്കറിയില്ല. ഒരു ദിവസം ഏതോ സുപ്പത്ത് ഞാൻ കുറെ ആൾക്കാർക്ക് സ്റ്റെപ്പ് ചെയ്യാൻ തുടങ്ങി. സ്റ്റെപ്പ് വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഐ ഐഡന്റിഫൈഡ് ഇറ്റ്, കണ്ടുപിടിച്ചു. ആഹാ, ഇതാണ് സ്റ്റെപ്പ് ഇല്ലേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാക്ടീസ് ചെയ്തു, അച്ചീവ് ചെയ്തു. 6th സ്റ്റെപ്പ് കണ്ടിന്യൂസ് ഓടി പിടിച്ച് വലിച്ചെടുത്തു. ഹയർബനോട് സാനിറ്റിനെ തിരിച്ചു പിടിച്ചെടുത്തു. അതാണ്. സോ ബോൾഡ്ലി ഇപ്പൊ എത്രയോ ആൾക്കാർ പറയും അങ്ങനെ ആകാൻ പറ്റൂല എന്ന് പറയും. പ്രാക്ടീസ് ചെയ്തിട്ട് പറയണം പറ്റൂല എന്ന്. പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പ് പറയാൻ പാടില്ല എന്ന് റൂൾസ് അല്ല, അറിയില്ല. അതുകൊണ്ട് ആഫ്റ്റർ അച്ചീവിങ് ഇറ്റ് ആണ് ഞാൻ പറയുന്നത് ഐ എം എ റിക്കവേർഡ് ആൽക്കഹോളിക്. ഇതാണ് കംപ്ലീറ്റ് ഫ്രീഡം ഫ്രം ആൽക്കഹോൾ, കംപ്ലീറ്റ് നോളേജ്. ഇതുപോലെ വിസ്ഡം എന്ന് പറയുന്നത് ഓരോ പ്രശ്നം, ഓരോ സാധനത്തിനും വി ഹാവ് ടു ലേൺ. നമുക്ക് വിസ്ഡം അറിയണം. ആൽക്കഹോളിക് എന്താന്ന് ഡീപ്പ് നോളേജ് അറിഞ്ഞാൽ ദാറ്റ് ഈസ് ഒരു വിസ്ഡം. ഇപ്പോൾ ഒരു ഡോക്ടർ ആണെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡിസീസിനെ കുറിച്ച് കംപ്ലീറ്റ് ഡിസീസിനെ അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഡോക്ടറിന് ആ ട്രീറ്റ്മെന്റ് സൂപ്പറായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഹി ഹാസ് എ ഫുൾ വിസ്ഡം ആൻഡ് ദാറ്റ് പർട്ടിക്കുലർ ഡിസീസ്. അതുപോലെ അവരവരെ എന്താണോ, ഒരു ഡ്രൈവറാണോ, അല്ല ഒരു ഡോക്ടറാണോ, അല്ല ഒരു എഞ്ചിനീയർ ആണോ, ഒരു ഹസ്ബൻഡ് ആണോ. ഹസ്ബൻഡ് ആണെങ്കിൽ അവരെ കടമ കംപ്ലീറ്റ് എന്തായിരിക്കണം, എന്താണ് നോളജ് അറിഞ്ഞിരിക്കണം. ദാറ്റ് ഈസ് കോൾഡ് വിസ്ഡം. ഒരു കുക്കാണെങ്കിൽ എന്തൊക്കെ എത്ര സാധനങ്ങൾ, ഒരു കുക്കിംഗ് കംപ്ലീറ്റ് നോളജ് അറിഞ്ഞിരുന്നാൽ അതാണ് വിസ്ഡം. ഇതുപോലെ അവരവർ ഒരു നോർമൽ പേഴ്സൺ ആയതിനു ശേഷം അവരുടെ ജീവിതത്തിലേക്ക് ഓടുമ്പോൾ കംപ്ലീറ്റ് അവരുടെ ജീവിതത്തിലേക്ക് യാതൊരു പ്രശ്നമില്ലാണ്ട് ഒരു നല്ല ഒരു സ്ഥലത്തേക്ക് എത്തും. അതിന് കമ്പൽസറി സ്പിരിച്വാലിറ്റി വന്നതിന് ശേഷമേ ആകുള്ളൂ എന്നുള്ളതാണ് ഈ പ്രോഗ്രാം പറയുന്നത്. അതിന് ഐ എം പ്രൂഫ് രവിചന്ദ്രൻ. താങ്ക് യു. ഒരു 10 മിനിറ്റ് ഉണ്ട്. ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ചോദിക്കുകയാണെങ്കിലോ സംസാരിക്കുകയാണെങ്കിലോ ഷെയർ ചെയ്യണോ ചെയ്യാം. 12:30 ഇനിയൊരു 10 മിനിറ്റ് ഉണ്ടല്ലേ കംപ്ലീറ്റ് ആയിട്ട്.